மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். காச்சின பாலு தரேன் கல்கண்டு சீனி தரேன். காச்சின பாலு தரேன் கல்கண்ட சீனி தரேன். கை நிறைய வெண்ணெய் தரேன். வெயிலிலே போக வேண்டாம். கை நிறைய வெண்ணெய் தரேன். வெயிலிலே போக வேண்டாம். மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடுமேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். காச்சின பாலும் வேண்டா കൽക്കണ്ട ചീനി വേണ്ട. കാച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട. ഉല്ലാസമായി മാട് മേയ്ത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ. ഉല്ലാസമായി മാട് മേയ്ത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. ഗോവിന്ദ രാമ ഹരേ ഗോപാല കൃഷ്ണ ഹരേ. 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 യമുനാ നദീക്കരയിൽ എപ്പോഴും കൾവർ ഭയം. യമുനാ നദീക്കരയിൽ എപ്പോഴും കൾവർ ഭയം. കൾവർ വന്ന് ഉന്നയടിത്താൽ കലങ്കിടുവായ് കൺമണിയേ. കൾവർ വന്ന് ഉന്നയടിത്താൽ കൺമണിയേ. മാടുമേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன். മാടുമേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன். കള്ളനുക്കോർ കള്ളനുണ്ടോ കണ്ടതുണ്ടോ ചൊല്ലുമമ്മ. കള്ളനുക്കോർ കള്ളനുണ്ടോ കണ്ടതുണ്ടോ ചൊല്ലുമമ്മ. കൾവർ വന്ന് എന്നെ അടിത്താൽ കണ്ടം തുണ്ടം ചെയ്തിടുവേൻ. കൾവർ വന്ന് എന്നെ അടിത്താൽ കണ്ടം തുണ്ടം ചെയ്തിടുവേൻ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. ഗോവിന്ദ രാമ ഹരേ ഗോപാല കൃഷ്ണ ഹരേ. 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 ഗോവർദ്ധനഗിരിയിൽ ഘോരമാന മൃഗങ്ങളുണ്ടു. ഗോവർദ്ധനഗിരിയിൽ ഘോരമാന മൃഗങ്ങളുണ്ടു. കരടി പുലിയെ കണ്ടാൽ കലങ്കിടുവായ് കൺമണിയേ. കരടി പുലിയെ കണ്ടാൽ കലങ്കിടുവായ് കൺമണിയേ. മാടുമേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன். മാടുമേയ്ക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னேன். കാട്ടുമൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും. കാട്ടുമൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും. കൂട്ടം കൂട്ടമാക വന്നാൽ വേട്ടയാടി ജയിത്തിടുവേൻ. കൂട്ടം കൂട്ടമാക വന്നാൽ വേട്ടയാടി ജയിത്തിടുവേൻ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. പോക വേണം തായേ തടൈ സൊല്ലാതെ നീയേ. ഗോവിന്ദ രാമ ഹരേ ഗോപാല കൃഷ്ണ ഹരേ. 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 പക്ഷമുള്ള നന്ദഗോപർ ബാലൻ എങ്കേ என்று കേട്ടാൽ. പക്ഷമുള്ള നന്ദഗോപർ ബാലൻ എങ്കേ என்று கேட்டால் என்ன பதில் சொல்வீனடா என்னுடைய கண்மணியே.
என்ன பதில் சொல்வீனடா என்னுடைய கண்மணியே, மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். பாலருடன் வீதியிலே பந்தாடுறான் என்று சொல்வேன். பாலருடன் வீதியிலே பந்தாடுறான் என்று சொல்வேன். தேடி என்னை வருகையிலே ஓடி வந்து நின்றிடுவேன். தேடி என்னை வருகையிலே ஓடி வந்து நின்றிடுவேன். போக வேணும் தாயே தடை சொல்லாதே நீயே, போக வேணும் தாயே தடை சொல்லாதே நீயே. மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். போக வேணும் தாயே தடை சொல்லாதே நீயே, போக வேணும் தாயே தடை சொல்லாதே. போக வேணும் தாயே. गोपिका जीवनस्मरणं। यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। गोविन्दनामसङ्कीर्तनं गोविन्द। ശ്രീമദ്ഭാഗവതം അതിലെ ദശമസ്കന്ധം. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നാണ്. പല ദിക്കിലേക്ക് പോകുന്ന മനസ്സിനെ തൽക്കാലം നമ്മൾ ഒരു ദിക്കിൽ ഒതുക്കി നിർത്തുക. മനസ്സിനില്ലാണ്ടാക്കലാണ് ഉദ്ദേശം. മനസ്സില്ലാണ്ടാക്കാൻ പുറപ്പെടുന്ന ആൾ മനസ്സ് നന്നാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഒഴിവാക്കാൻ പോകുന്ന സാധനം നേരെയാക്കേണ്ട കാര്യമുണ്ടോ? ടി വി കളയാൻ പോവുക, നന്നാക്കിയിട്ട് കളയാം വിചാരിക്കുക, അതൊന്നുമില്ല. എന്തായാലും കളയാൻ പോവുകയാണ്. മനസ്സ് തന്നെ ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്ന് ശുദ്ധമാക്കിയിട്ട് കളയാം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വേറെ നിവൃത്തിയില്ല. കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതങ്ങനെ ശുദ്ധമാക്കി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മനസ്സില്ല എന്നുള്ളത് ബോധ്യവും. ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബർ പോലെ മനസ്സെന്ന് പറയും. ഭഗവാനെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബർ ഇങ്ങനെ ഉരച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതില്ലാണ്ടാവും. പിന്നെ മയക്കുന്ന റബ്ബർ ഉണ്ടാവില്ല, അതങ്ങോട്ട് തേഞ്ഞില്ലാണ്ടാവും. നമ്മുടെ ഈ മനസ്സാണ് പ്രശ്നക്കാരൻ. അത് തേഞ്ഞ് സ്വയം ഇല്ലാണ്ടാവണം. അതിനാണ് ഇപ്പോൾ നമ്മൾ ഈശ്വര കഥകൾ കേൾക്കുന്നത്. ഈ കഥകൾ കേൾക്കുമ്പം അത് നമ്മളെ ബന്ധിപ്പിക്കില്ല, അത് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അതാണ് അതിൻ്റെ ഗുണം. മെല്ലെ 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 മനസ്സ് മറ്റ് വിഷയങ്ങളിൽ നിന്ന് വിട്ട് സ്വയം തന്നെ ഇല്ലാതെയാവും. ഈശ്വരനെ വിചാരം ചെയ്ത് പിന്നെ ആ വിചാരവും കുറച്ച് കഴിഞ്ഞാൽ അതും ഇല്ലാണ്ടാവും. ഇതുപോലെ ചോദിച്ചാൽ ചെത കൊളുത്തിക്കഴിഞ്ഞാൽ കത്തിക്കാനൊരു കൊള്ളി എടുക്കും. 4 ഭാഗത്തും കത്തിച്ചു കഴിഞ്ഞാൽ അവസാനം ആ കത്തിക്കാൻ ഉപയോഗിച്ച കൊള്ളി എന്ത് ചെയ്യും? അതോ കണ്ടിട്ടും അത് സ്വയം കത്തും. ഇതുപോലെ ഇപ്പം നമ്മൾ ഈശ്വര വിചാരത്തോടു കൂടി മറ്റ് വിചാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ വിചാരവും ഇല്ലാതെയാവും. വിചാരിക്കാനുള്ള ആളും വിചാരവും ഒക്കെ ഒന്നാവുക. പിന്നെ വിചാരിക്കണം വെച്ചാൽ വേറൊന്നും വേണ്ടേ, അങ്ങനെയും മാറും. അതാണ് താല്പര്യം. അതാണ് ഇപ്പം ഇങ്ങനെ ഭഗവാന്റെ കഥകൾ ലീലകൾ വർണ്ണിക്കുന്നത്. അത് നമ്മൾ കാളിയ നർത്തനം വരെ നമ്മൾ ഇന്നലെ കണ്ടു. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ ലീലകൾ അങ്ങനെ വർണ്ണിച്ചു വരികയാണ്. വേനൽക്കാലം പുരാണമാവുമ്പം അതിൽ ഋതുക്കളെ വർണ്ണിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. ഋതുവർണ്ണനം, അത് ലക്ഷണം. അതുണ്ടെങ്കിലേ നല്ല പുരാണമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഋതുവർണ്ണന, വേനൽക്കാലം അവരറിഞ്ഞില്ല അത്രേ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഗ്രീഷ്മോ നാമ ഋതുരഭവൻ നാദി പ്രേയാൻ ശരീരിണാം. വേനൽക്കാലമായത് അവരറിഞ്ഞില്ല ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. പൗരന്മാരൊന്നും അറിഞ്ഞില്ല. കാരണം ചൂട് തോന്നണില്ല, കൃഷ്ണൻ്റെ കൂടെ അതുകൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അവർ വേനൽക്കാലം അറിഞ്ഞില്ല. പിന്നെ അവർ മനസ്സിലാക്കി വേനൽക്കാലമാണ്. എങ്ങനെ മനസ്സിലാക്കി? വേനൽക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ചെടികളും പുഷ്പങ്ങളും കണ്ടപ്പോഴാണ് വേനൽക്കാലല്ലേ, ആ പുഷ്പം കണ്ടപ്പോൾ മനസ്സിലായി. അല്ലാതെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് എന്തില്ല, ചൂട് അനുഭവപ്പെട്ടില്ല എന്നങ്ങനെ സൂചിപ്പിച്ചു. പിന്നീട് പ്രലംബാസുരൻ്റെ കഥ. കംസൻ പറഞ്ഞയച്ച പ്രലംബൻ എന്ന് പേരായിട്ടൊരു അസുരൻ. ആ അസുരൻ ഗോപരൂപി, ഗോപൻ്റെ വേഷം കെട്ടി വന്നു. കളിക്ക് കൂട്ടുകയോ ചോദിച്ചു. അന്ന് കളി കൃഷ്ണനും രാമനും 2 പക്ഷമായിട്ട് തിരിഞ്ഞ് 2 പാർട്ടിയായിട്ട് മാറി. കബഡി കളി പോലൊരു കളി അതല്ല. എന്നാലും ഒരു ഭാഗത്തു നിന്ന് ഒരാൾ വരും, അത് കഴിഞ്ഞ് അടുത്ത ആൾ ആ ഭാഗത്തു നിന്ന് വരും. കൃഷ്ണൻ വേറൊരു ഭാഗം, രാമേട്ടൻ വേറൊരു ഭാഗം, കൃഷ്ണൻ്റെ ഭാഗത്തെ ലീഡർ കൃഷ്ണൻ,
രാമേട്ടൻ്റെ ആ ടീമിൻ്റെ ലീഡർ രാമൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പ്രലംബാസുരൻ ഗോപരൂപത്തിൽ അവിടെ എത്തി. കളിക്ക് കൂട്ടുക ചോദിച്ചു. ഏത് ഭാഗ ചോദിച്ചു. ഞാൻ കൃഷ്ണൻ്റെ ഭാഗ എന്നാര് പറഞ്ഞു. ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞല്ലോ. അയാളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ആദ്യം ഏട്ടനെ കൊല്ലുക. കൃഷ്ണന് ബലമായിട്ടിരിക്കുന്നത് ബലരാമനായതുകൊണ്ട് ആദ്യം ബലരാമൻ അങ്ങോട്ട് വീഴ്ത്തിയാൽ കൃഷ്ണൻ എളുപ്പമില്ലാണ്ടിയാക്കാം എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം കൃഷ്ണൻ്റെ പക്ഷത്ത് നിന്നിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോയി ബലരാമനെ നേരെയാക്കാമെന്നാണ് ചിന്ത. ഏതായാലും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ആദ്യം പറഞ്ഞു കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം, തോറ്റു കഴിഞ്ഞാൽ തോറ്റ ആൾ എന്ത് ചെയ്യണം, തോറ്റ ആൾ ജയിച്ച ആളെ തോളിൽ വെച്ച് കൊണ്ടുപോയി അവിടെ അടുത്തൊരു ഭാണ്ഡീരകം നാമവടം, ഭാണ്ഡീരകം എന്ന് പേരായിട്ടൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി തിരിച്ചു പോരുക. അത്രയും ദൂരം നടക്കണം. ശരി, സമ്മതിച്ചു. അങ്ങനെ ബലരാമേട്ടൻ്റെ പക്ഷത്തുനിന്ന് ശ്രീദാമ എന്ന് പറയായിട്ടുള്ള ഗോപാലൻ, സുദാമാവല്ല, സുദാമ ഇയാളുടെ പേരും കാണാം, ഭഗവാന്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും കുട്ടിക്കാലത്തൊപ്പുണ്ടായിരുന്ന വൃന്ദാവനത്തിലുള്ള കൂട്ടുകാരൻ ഈ പേര് കാണാം. ആ കൂട്ടുകാരൻ വന്ന് വലിയ ഭക്തനാണ്. ഭഗവാൻ അയാളെ മുന്നിൽ തോറ്റു കൊടുത്തു. അല്ലാണ്ട് ഭഗവാനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ആ ഭക്തനെ എടുക്കണം എന്നൊരു മോഹം ആർക്ക്, ഭഗവാന്. അങ്ങനെ തോറ്റ സ്ഥിതിക്ക് ഇനി അയാൾ എടുക്കണ്ടേ. അയാളെടുത്ത് തോളിൽ വെച്ചിട്ട് ഭഗവാൻ ഭാണ്ഡീരക വനം, ആ ഭാണ്ഡീരക വൃക്ഷം വരെ നടന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള തമാശകൾ, എന്താ സീതാമ താൻ കഴിക്കുന്നത്, തനിക്ക് ഇവിടുന്ന റേഷൻ എന്തൊരു കനാടോ തനിക്കെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആ സീതാമാവിനെയും കൊണ്ട് നടക്കണു. മേൽപ്പത്തൂർ പറയും, എന്താ പഠിപ്പിക്കുന്നത്, ഭക്തദാസതാം പ്രഥയൻ. എന്തിനപ്പം ഭഗവാനെ അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നത്, ഞാൻ ഭക്തൻ്റെ ദാസനാണെന്ന് പഠിപ്പിക്കാൻ എന്നാണ്. എനിക്ക് ഭക്തന്മാരെന്ന് പറഞ്ഞാലേ എനിക്ക് വലിയ പ്രധാനം തന്നെയാണ്. അവരെടുത്തുകൊണ്ട് നടക്കാൻ എനിക്കൊരു മടിയില്ല, സന്തോഷമുള്ളൂ എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ കളികളൊക്കെ. എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് കൃഷ്ണൻ്റെ പക്ഷത്തു നിന്നതാ പ്രലംബൻ പോയി. ബലരാമേട്ടൻ പ്രലംബനെ തോൽപ്പിച്ചു. ഇപ്പോൾ ബലരാമനെ എടുത്തുകൊണ്ട് പോകണം ആര്, പ്രലംബൻ ആ ബലരാമനെ തോളിൽ വെച്ചു. ഭാണ്ഡീരക വൃക്ഷം വരെ നടന്നു. അവിടെ നിന്നില്ല. അവിടുന്ന് ദേഹം കെട്ട് ഓടാൻ തുടങ്ങി. ബലരാമനെയും കൊണ്ടുപോയിട്ട് കംസനെ കൊണ്ട് കൊടുക്കാൻ കരുതിയിട്ട് ഓടാൻ തുടങ്ങി. തൻ്റെ ശരിക്കുള്ള രൂപം പ്രകടമായി. പ്രലംബൻ എന്ന് പറഞ്ഞത് നല്ല വലുപ്പമുള്ളവൻ എന്നർത്ഥം. ദേഹം ഇങ്ങനെ വലുതാവാൻ തുടങ്ങി. രാമേട്ടൻ തിരിഞ്ഞു നോക്കി, കൃഷ്ണ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത്ര സൗകര്യമായിട്ട് തല മുന്നിലുള്ളപ്പോൾ എന്നോട് ചോദിക്കണോ. തൻ്റെ കൈയൊന്ന് വീശി ഒരൊറ്റ അടി ആ തലയ്ക്കങ്ങോട്ട് കൊടുത്തു. തണ്ണിമത്തൻ പോലെ തല പൊട്ടിത്തെറിച്ചു. അങ്ങനെ പ്രലംബൻ്റെ കഥ ബലരാമേട്ടൻ തീർത്തു. അവിടെ ഉള്ളവരൊക്കെ ബലരാമനെ ജയ് വിളിച്ചു, കൂട്ടുകാരൊക്കെ. അങ്ങനെ ആ പ്രലംബവധം അതൊന്ന് വർണ്ണിച്ചു. അതിനുശേഷം പിന്നീട് കാട്ടുതീ വന്നു. കുട്ടികളൊക്കെ ആകെ പരിഭ്രമിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് കണ്ണടച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരൊന്നും സംശയമില്ല, അവർ കണ്ണടച്ചു. നമ്മളെ കണ്ണടയ്ക്കുമോ, വീട് തീ കത്തുമ്പോൾ ഒരു വരപ്പാന്ന് വിളിച്ച് കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞാൽ. പക്ഷെ അവർക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല. ഭഗവാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അവർക്ക് ഈ തല പോയാലും കുഴപ്പമില്ല. അവർ കണ്ണടച്ചു, കൃഷ്ണൻ പറഞ്ഞതല്ലേ. ആരും കണ്ണ് തുറന്നില്ല, ഒരു സംശയം ഉണ്ടായില്ല. അവർ കണ്ണടച്ചു. ഭഗവാൻ പറഞ്ഞു, ഇനി കണ്ണ് തുറന്നോളൂ എന്ന് പറയുമ്പോഴേക്കും അവർ സ്ഥലം മാറി വേറൊരു സ്ഥലത്തെത്തി. അവിടെ തീയൊന്നും ഇല്ലാനും വളരെ ശാന്തമായ അന്തരീക്ഷം. ഭഗവാൻ എന്ത് ചെയ്തു, ആ തീനെ മുഴുവൻ അങ്ങോട്ട് കുടിച്ചു, പാനം ചെയ്തു. അഗ്നിയെ ജയിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കുറച്ച് മുമ്പ് ജലത്തെ കാളിയ നർത്തനം എന്ന രീതിയിലൂടെ ജലത്തെ ജയിച്ചു. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ശുദ്ധാക്കുന്നു. ഓരോ ദേവന്മാരെ ഭഗവാൻ ജയിക്കുന്നു. ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഞൊടിയിടയിൽ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വിഷമങ്ങൾ തീരുന്നാണ് ഇപ്പം വ്യംഗ്യമായി സൂചിപ്പിച്ചത്. ഏതായാലും അങ്ങനെ ആ അഗ്നിയെ പാനം ചെയ്ത കഥ. പിന്നീട് സകല ഭുവന ഭാജാം ഹർഷതാം വത്സവേളാം. പിന്നീട് ആ ഋതുവർണ്ണന, മഴക്കാലം വന്ന സമയത്ത് ഉണ്ടായ മാറ്റങ്ങൾ. തതഃ പ്രാവർത്തത പ്രാവൃട് സർവസത്വസമുദ്ഭവ. പ്രാവൃട് എന്ന് പറഞ്ഞാൽ വർഷക്കാലം, മഴക്കാലം വന്നു. അതിനൊക്കെ ഒന്ന് വേദാന്തമായിട്ട് കൊളുത്തുകയാണ്. മേഘങ്ങൾ കണ്ട സമയത്ത് ഏതുപോലെ തോന്നി, ബ്രഹ്മം കൃഷ്ണസ്വരൂപം പൂണ്ടതുപോലെ തോന്നി. നീലമേഘശ്യാമളനല്ലേ. പെട്ടെന്ന് ആ മേഘത്തെ കണ്ട സമയത്ത് പരബ്രഹ്മം കൃഷ്ണവേഷം കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നവർക്ക് തോന്നിയത്രേ. തടിത്വന്തോ മഹാമേഘാശ്ചണ്ഡശ്വസന വേപിതാ. കാറ്റടിച്ച് മേഘങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറന്നുപോയി. കുറേ മേഘങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റടിച്ച് എല്ലാ മേഘങ്ങളും അങ്ങനെ പോയ സമയത്ത് ഇവിടെ വർണ്ണിക്കുകയാണ്. ഏതുപോലെ ചോദിച്ചാൽ സജ്ജനങ്ങളെ അങ്ങോട്ട് കാണുമ്പം ദുഃഖങ്ങളാകുന്ന കാർമേഘങ്ങളൊക്കെ പോവാറില്ലേ, അതുപോലെ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാലും സത്സംഗത്തിനൊന്ന് പോയി നോക്കുക. പ്രയാസം വിഷമമൊക്കെ ഉണ്ട്, അതും പറഞ്ഞ് വീട്ടിലിരുന്നാൽ പറ്റുമോ, ഒന്ന് പോയി നോക്കുക. കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും സത്സംഗത്തിലെത്തി അതങ്ങോട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നെ ഇവിടെ പോയി ദുഃഖങ്ങളാകുന്ന മേഘങ്ങൾ അത് പറന്നു പോയില്ലേ. ഇനി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീണ്ടും വരികയായിരിക്കും, എന്നാലും കുറച്ച് നേരത്തേക്ക് അത് പോയില്ലേ. ഇതുപോലെ ഇങ്ങനെ അവർക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവരിതാ ഇവിടെ ശ്രീശുകർ അതൊക്കെ വേദാന്തമായിട്ട് വർണ്ണിക്കുകയാണ്. ശ്രുത്വാ പർജന്യനിനതം മണ്ടൂക വിസർജൻ ഗിരാഹ. അതിലും പലർക്കൂട്ട് കൊട്ടണമുണ്ട്.
ഏതുപോലെ മഴക്കാലത്ത് തവളകൾ ഇങ്ങനെ കരയും, ഏതുപോലെ ഭാഗവതം അർത്ഥമറിയാതെ വായിക്കും പോലെ. എന്താണ്? തൂഷ്ണീം ശയാനാഹ പ്രാഗ്യദ്വത് ബ്രാഹ്മണ നിയമാത്യേ. അർത്ഥമറിയാതെ വേദം ചൊല്ലും പോലെ. എന്താ ചോദിച്ചാൽ ഇഷ്ടമൊന്നുമില്ല. ചിലപ്പം വേദത്തിൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഒന്നാണെന്നാവും. അടുത്ത് വന്നാൽ വിട്ടു നിൽക്കാനും പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദം എങ്ങനെ ഉണ്ടാക്കുക, എന്താ ഈ പറയണമെന്നുള്ളതിൻ്റെ അർത്ഥം പോലും ശ്രദ്ധിക്കുന്നില്ല. തവളയ്ക്ക് ഇപ്പം പുറമേക്ക് എന്താ നമ്മൾ കേൾക്കുക, അതെന്തൊക്കെയോ വലിയ കാര്യമൊക്കെ പറയണ്ട, നമ്മൾ പേക്കറോന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതുപോലെ ശബ്ദം എങ്ങനെ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ആ അർത്ഥമൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒട്ടും ശ്രമിക്കുന്നുമില്ല. പുംസോ യഥാ സ്വതന്ത്രസ്യ ദേഹദ്രവിണസമ്പദ ജലസ്ഥലൗകസഹസർവേ നവവാരി നിഷേവയ. പുതിയ ജലം കൊണ്ട് സസ്യങ്ങളൊക്കെ പുഷ്ടിപ്പെട്ടു. ഏതുപോലെ ഭഗവാനെ ഭജിക്കുമ്പം മനസ്സ് പുഷ്ടിപ്പെടുന്നത് പോലെ. ഉണങ്ങിയ മനസ്സാണെങ്കിലും ഭാഗവതം വായിക്കുമ്പം അത് വല്ല വളരാൻ തുടങ്ങും, നല്ല പുതിയ ഇലകളൊക്കെ വരും, അത് പൂക്കാൻ തുടങ്ങും, കായ്ക്കാൻ തുടങ്ങും, അത് പുഷ്ടിപ്പെടും. ഇതുപോലെ അങ്ങനെ അവർ ഇത് മാത്രമല്ല, നല്ലോണം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. മനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ് അധ്യായം. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ വേണുഗാനം വർണ്ണിക്കണം. ഇത്തം ശരത് സ്വച്ഛജലം പത്മാകര സുഗന്ധിനാം നിവിശദ്വായുനാവാദം സഗോ ഗോപാലകോച്യുത. ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള വേണുഗാനം. ഭഗവാൻ ഓടക്കോളുമായി കുട്ടികളെയും കൂട്ടി, പശുക്കുട്ടികളെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് പോയി. സഗോ ഗോപാലകോച്യുത. തൻ്റെ കൂടെ പശുക്കൾ, ഭഗവാന്റെ പിന്നിലായിട്ട് പശുക്കൾ, അവരുടെ പിന്നിലായിട്ട് ഗോപക്കുട്ടികൾ, അവരുടെ പിന്നിൽ ഗോപികളുടെ മനസ്സ് ഭഗവാന്റെ പിന്നാലെ. ഗോപികൾ വീട്ടിലിരുന്ന് ഭഗവാന്റെ വേണുഗാനം മനസ്സിൽ കാണുകയാണ്. നേരിട്ട് ഗോപകുമാരന്മാർ കാണുന്നതിനേക്കാൾ ഭംഗിയിൽ അവർ മനസ്സിൽ കാണുന്നു. അതാണ് അവരുടെ ഭാവം. ഇപ്പം ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. ഇപ്പം ആ പർവ്വതത്തിൻ്റെ മുകളിൽ, അവിടെ ആ പാറയുടെ മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടാവും. കുട്ടികളിപ്പം ഭഗവാന് മാല ചാർത്തുന്നുണ്ടാവും. ആ കാട്ടിലെ കായികനികളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മൊട്ടുകളെ കൊണ്ടും ഉണ്ടാക്കിയ മാല ഗോപബാലന്മാർ വന്നിട്ട് കഴുത്തിൽ ചാർത്തുന്നുണ്ടാവും. കൃഷ്ണൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. തലയിൽ വെച്ച യശോദ കൊടുത്ത ആ കിരീടം ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി അതിന് പകരം നല്ല മയിൽപ്പീലി കുട്ടികൾ ഇപ്പം ഭഗവാന്റെ ശിരസിൽ തിരികിയിട്ടുണ്ടാവും. ബർഹാപീഠം, ബർഹ എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി. ബർഹാപീഠം, മയിൽപ്പീലിയാണ് കിരീടാക്കി വെച്ചത്. നടവര വപുഹു, നടവരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ നടൻ എന്നർത്ഥമുണ്ട്. നടന്മാരിൽ ശ്രേഷ്ഠൻ. നാടകത്തിലൊക്കെ നടൻ അഭിനയിക്കുന്ന സമയത്ത് നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും നടൻ. നല്ല സൗന്ദര്യമുണ്ട്, എന്നാലും അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒന്നും കൂടി മേക്കപ്പ് ഉണ്ടാവും. നല്ലോണം ഭംഗിയുണ്ടല്ലോ, നീ ഇപ്പോൾ അയാൾക്ക് വേറെ മേക്കപ്പ് ആവശ്യമുണ്ടോ ചോദിച്ചാൽ അങ്ങനെയല്ല, നാടകമാകുമ്പോൾ ഒന്നും കൂടി. ഇതുപോലെ ഭഗവാൻ സുന്ദരനാണ് എങ്കിലും ഇവരുടെ വക കുറച്ചും കൂടി ഭഗവാൻ അലങ്കാരം. നടവരവ പോഹു കർണയോ കർണികാരം, ചെവിയിലുള്ള കുണ്ടലങ്ങളൊക്കെ എടുത്തു മാറ്റി മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂ ചെവിയിൽ തിരികി. ബിഭ്രതുവാസ കനകകപീശം വൈജയന്തിയം ചമാലാം രന്ധ്രാൻ വേണോഹോ. ഗോവർദ്ധനത്തിൻ്റെ മുകളിലുള്ള പർവ്വതത്തിൻ്റെ മുകളിലുള്ള പൊടി അതെടുത്തു കൊണ്ടുവന്ന് കാളിന്തിയിൽ മുക്കി അത് ഭഗവാന്റെ മുഖത്തങ്ങനെ തേക്കുക. അതാണ് അവരുടെ ഫെയർ ആൻഡ് ലവ്ലി. അവർക്ക് ഭഗവാൻ അലങ്കരിക്കുകയാണ്, നല്ല കൃഷ്ണൻ്റെ സൗന്ദര്യം ഉണ്ടാവാൻ. രന്ധ്രാൻ വേണോഹോ. ഇങ്ങനെ തനിക്ക് കൈങ്കര്യം ചെയ്യണ തൻ്റെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എങ്ങനെയാണ്? സകല ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും പാട്ടുകൊണ്ട്. സംഗീതത്തിന് അങ്ങനെയൊരു ഗുണമുണ്ട്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ധണി. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രഭാഷണം എല്ലാവർക്കും ഇഷ്ടമൊന്നാവില്ല. വ്യത്യാസം എന്താണ്? പ്രഭാഷണം ശ്രദ്ധിക്കുന്നവർക്ക് ഇഷ്ടാവുന്നല്ലാതെ എല്ലാവർക്കും ഇഷ്ടാവും. ശ്രദ്ധിക്കാത്ത ആൾക്കും പാട്ട് കേട്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നോക്കട്ടെ ഭജന കേൾക്കുമ്പോൾ വന്നിരിക്കും. പ്രഭാഷണം അത് കുറ്റമൊന്നുമല്ല, അങ്ങനെ അതിൻ്റെ സമ്പ്രദായം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സംഗീതത്തിന് അങ്ങനെയൊരു ഗുണമുണ്ട്, എല്ലാവരെയും ആകർഷിക്കാനൊരു കഴിവുണ്ട്. അതുകൊണ്ട് ഭഗവാൻ സകല ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കണം എന്ന് കണക്കാക്കി ഭഗവാൻ തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ച മുളന്തൻ്റെ അടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായി വേണുഗാനം ചെയ്യുന്നു. അതവർ മനസ്സിൽ കാണുന്നു, കേൾക്കുന്നു. ഗോപികൾ ചോദിക്കുകയാണ്, അക്ഷണ്വതാം ഫലമിതം ന പരം വിദാമഹ. ഈ കണ്ണനെ കാണുന്നതല്ലേ ഈ കണ്ണിൻ്റെ സാഫല്യം തന്നെ, അല്ലെങ്കിൽ ഈ കണ്ണെന്തിനാണ്? നമുക്ക് ഈ രണ്ട് കണ്ണ് കിട്ടിയത് തന്നെ ഭഗവാന്റെ ഈ രൂപം കാണാനാണ്. അക്ഷണ്വതാം ഫലമിതം ന പരം വിദാമഹ സഖ്യ പശൂൻ അനുവിവേശയതോർവയസ്യൈ വക്ത്രം വ്രജേഷസുതയോരനുവേണുജുഷ്ടം
യൈർവാദിപീതം അനുരക്തകടാക്ഷമോക്ഷം ഗോപ്യഃ കിമാചരദയം കുശലം സ്മ വേണുഃ. ആ വേണു എന്ത് പുണ്യമാണ് ചെയ്തത്? എന്താണ് ആ മുളന്തണ്ടന് ഇങ്ങനെ ഈ ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കാൻ മാത്രം എന്ത് തപസ്സാണ് ആ മുളന്തണ്ട് ചെയ്തത്? കാരണം ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്ന് നിൽക്കാൻ പറ്റണില്ലേ? നമുക്ക് ഭഗവാന്റെ അടുത്തേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ എപ്പോഴും ആ ഓടക്കോളും അടിയിൽ വയ്ക്കുന്നു, അത് ഉറക്കത്തിൽ പോലും താഴെ വയ്ക്കുന്നില്ല. എന്ത് ഭാഗ്യം ചെയ്തു ആ മുളന്തണ്ട്. ആ മുളന്തണ്ടിനോട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാലോ? എന്ത്, നീ കഴിച്ചതിൻ്റെ ബാക്കി ആ പ്രസാദം ഞങ്ങൾക്ക് തരുമോ? ദാമോദരാധരസുധാം അപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വചോ അശ്രുമുമുചുഃ തരവോ യഥാര്യാഃ. ആ മുളന്തണ്ട് ഭഗവാൻ ചുണ്ടോട് ചേർത്ത് വേണുഗാനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലേ? മരങ്ങളും അവിടെയുള്ള വള്ളികളും ചെടികളൊക്കെ അങ്ങനെ ആടുന്നത് കണ്ടില്ലേ? എന്താ അവർക്ക് ഇത്ര കണ്ട് സന്തോഷം? അവർക്ക് എങ്ങനെ സന്തോഷം ഇല്ലാണ്ടിരിക്കുക? അവരുടെ വംശത്തിൽപ്പെട്ട ഒരു ചെടിയല്ലേ ഭഗവാൻ ഇപ്പം ചുണ്ടോട് ചേർത്തത്. അപ്പം അതുകൊണ്ട് അവരുടെ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതാണ് സസ്യങ്ങളുടെ പ്രത്യേകത. അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നന്മ ഉണ്ടായാൽ അവർക്ക് അസൂയല്ല ഉണ്ടാവുക. മനുഷ്യരാണെന്ന് വെച്ചാൽ അസൂയ ഉണ്ടാവുക. അയാൾ നേരെയായി, ഞാൻ നേരെയായില്ല, അവരോടുകൂടി മുഖം വാടും, ദേഷ്യം, അസൂയ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അവർക്ക് മറ്റുള്ള വൃക്ഷങ്ങൾക്കും വള്ളികൾക്കും ചെടികൾക്കൊന്നും നമുക്ക് ഭഗവാന്റെ ചുണ്ടോട് ചേരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വംശത്തിൽപ്പെട്ട ആ മുളക്കി ഭാഗ്യം ഉണ്ടായില്ലേ? അതുകൊണ്ട് അവരും അവരുടെ കൂടെ അത് ആഘോഷിക്കുന്നു, നൃത്തം വയ്ക്കുന്നു. അതാണ് അവർ ആടുന്നത്. പുഷ്പത്തിൻ്റെ പേര് തന്നെ സുമനസ് എന്നാണ്. പുഷ്പത്തിൻ്റെ പര്യായമാണ് സുമനസ്. ആ പദത്തിൻ്റെ അർത്ഥം നല്ല മനസ്സ് എന്നാണ്. എന്താ നല്ല മനസ്സ് പറയാൻ കാരണം? അന്യനുയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണു നാം. മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുക. അതാണ് പൂക്കളുടെ പ്രത്യേകത. അത് മറ്റുള്ളതിന് അവരുടെ വംശത്തിലുള്ളവർക്കൊക്കെ സന്തോഷമായാൽ അതിനും സന്തോഷമാവും. തന്നെ ഭഗവാൻ തലയിൽ വെച്ചിട്ടില്ല എന്നുള്ള വിചാരമൊന്നുമില്ല. തൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒന്നിന് ആ ഒരു ഭാഗ്യം ഉണ്ടായാൽ അവരുടെ ഭാഗ്യമായിട്ടത് കണക്കാക്കി സന്തോഷിക്കും. ഇങ്ങനെയാണ് വേണ്ടതെന്നർത്ഥം. ആരാണ് ആ മുളന്തണ്ട്? ആ മുളന്തണ്ട് ആരാ ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഓടക്കുഴൽ. ലക്ഷണമൊത്ത ഓടക്കുഴലിന് 9 ദ്വാരങ്ങളാണ്. ലക്ഷണമൊത്ത മനുഷ്യ ശരീരത്തിനും 9 ദ്വാരങ്ങളാണ്. നമ്മളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ ധന്യത, സമാധാനമായിട്ടിരിക്കുക. ഇരിക്കുമ്പോൾ എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. ഉള്ളപ്പോൾ സമാധാനമായിട്ടിരിക്കുക, വലിയ വിഷമമൊന്നും ഇല്ലാണ്ട്, തനിക്കും ഉപദ്രവമില്ല, തന്നെ കൊണ്ട് മറ്റുള്ളവർക്കും അത് നോക്കണം, തന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കും പ്രയാസമാവില്ല. അങ്ങനെ ഇരിക്കുക, ഇതാണ് ലക്ഷ്യം. അതിനെന്താ വേണ്ടത്? അതിന് ഭഗവാന് സമർപ്പിക്കുക നമ്മളെ, അതാണ് വേണ്ടത്. പക്ഷെ നമ്മളിപ്പം സമർപ്പിച്ചിട്ടും ഭഗവാൻ എടുക്കില്ല. എന്താ കാരണം? സമർപ്പിച്ചിട്ട് കാര്യമില്ല, അതിൽ ചില ദോഷങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ സ്വീകരിക്കില്ല. ഓടക്കുഴലാവാൻ കുറേ ത്യാഗം അത് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കഴമ്പൊക്കെ ചെത്തിപ്പോയ സമയത്താണ് അത് ഓടക്കുഴലായത്. നമ്മൾ കൊടുത്താലും ഭഗവാൻ എടുക്കില്ല. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. ശ്രുതിക്ക് ചേരുന്ന തരത്തിൽ അതിൽ ശബ്ദം ഉണ്ടാവണമെങ്കിൽ ഉള്ളു വൃത്തിയാവണം. എന്താണ്? ഓടക്കുഴലിൻ്റെ ഉള്ളു കണ്ടില്ലേ? പൊള്ളയാണ്, ഒന്നും ഉള്ളിലില്ല. ഉള്ളു നല്ല വൃത്തിയാണ്. നമ്മുടെ ഉള്ളോ? അതാണ് പ്രശ്നം, അതാണ് എടുക്കാത്തത്. നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് എൻഡോസ്കോപ്പിൽ ചെയ്താൽ മനസ്സിലാവില്ല. അതല്ല, അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഉള്ളെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാർട്ടല്ല, അതിനെപ്പറ്റിയല്ല ചർച്ച. ഹൃദയം ശുദ്ധമായാൽ, ഇപ്പം നിറച്ച് വെച്ചിട്ടുണ്ട് കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, കുഷ്ഠ, കുശുമ്പ്, ഏഷണി, ഇങ്ങനെ കഴമ്പ് കുറേ ഉണ്ട്. അതൊക്കെ ചെത്തി ഉള്ളു വൃത്തിയായാൽ നമ്മൾ കൊടുക്കൊന്നും വേണ്ട, ആരെടുത്തോളും? ഭഗവാൻ എടുത്തു കൊണ്ടുപോയിക്കോളും. ഇതാണ് മുളന്നുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. വൃന്ദാവനം സഖി ഭുവോ വിതനോതി കീർത്തിം. ഈ വൃന്ദാവനം നോക്കൂ, ഭഗവാൻ വന്നതിന് ശേഷം ഇതിന് പ്രസിദ്ധി കൂടിയില്ല. വൃന്ദാവനത്തിൻ്റെ മഹിമ കണ്ടില്ലേ? എന്ത് ഭാഗ്യം ചെയ്തൂലേ? ഈ വൃന്ദാവന ഭൂമി ഭഗവാന്റെ പാദസ്പർശമേൽക്കാൻ അതിന് സാധിക്കുന്നില്ലേ? വൃന്ദാവനത്തിലുള്ള ആ വൃക്ഷങ്ങളൊക്കെ പൂത്തു നിൽക്കാൻ കാരണം എന്താണെന്നറിയോ? എന്താ? വൃക്ഷങ്ങളിലൊക്കെ മുകളിൽ പൂക്കളുണ്ടാവണത്. താഴത്തെ പൂക്കളുണ്ടായാൽ പോരെ? താഴത്തെ പൂക്കളുണ്ടെങ്കിൽ ഭഗവാന്റെ പാദസ്പർശമേൽക്കാൻ ആ വൃക്ഷത്തിന് പറ്റുമോ? മുകളിൽ പൂക്കളുണ്ടെങ്കിൽ ഭഗവാൻ ചവിട്ടിക്കയറും. ഭഗവാന്റെ പാദസ്പർശമേൽക്കാൻ കൊതിച്ചിട്ടാണ് വൃക്ഷങ്ങളുടെയൊക്കെ മുകളിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാവാൻ കാരണം. ധന്യാസ്മൂഢമതയാഹ. എന്തൊക്കെ പറഞ്ഞാലും വിവരമില്ലാത്ത ജന്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ഹരിണി ഭാഗ്യവതി തന്നെയാണ്. ആരാ ഹരിണി? പെൺമാനിന് സംസ്കൃതത്തിൽ പറയാ ഹരിണി എന്നാണ്.
ആൺമാനിന് സംസ്കൃതത്തിൽ പറയുക കൃഷ്ണസാരഹ എന്നാണ്. 2 പേര് നോക്കിയാലും അതിൽ കൃഷ്ണൻ്റെ പേര് കാണാം. ഹരിണി എന്നുള്ളതിൽ ഹരി ശബ്ദമുണ്ട്, കൃഷ്ണസാരഹ എന്നുള്ളതിൽ കൃഷ്ണ ശബ്ദമുണ്ട്. ഇനി പേരിൻ്റെ പദത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഹരിണി എന്ന് പറഞ്ഞാൽ ഹരിക്ക് പ്രിയപ്പെട്ടവൾ എന്നാണ് അർത്ഥം. പെൺമാൻ്റെ പേരിൻ്റെ അർത്ഥം എന്താ? ഹരിക്ക് പ്രിയപ്പെട്ടവൾ. കൃഷ്ണസാരഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ സാരം, എന്താണ്? കൃഷ്ണനാണ് പ്രധാനം എന്നറിഞ്ഞവർ, അതാണ് കൃഷ്ണസാരഹ. അതന്നെ വലിയ ഭാഗ്യല്ലേ? ആ 2 പെൺമാൻ്റെയും ആൺമാൻ്റെയും പേരിൽ തന്നെ ഈശ്വരൻ്റെ പേര് കണ്ടില്ലേ? അത് മാത്രമല്ല, അവർക്ക് ഭഗവാന്റെ വേണുഗാനം കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടല്ലോ. അതും സ്വതവേ ഒറ്റയ്ക്ക് വന്ന് കേൾക്കാനൊക്കെ പലർക്കും പറ്റാറുള്ളൂ. സപ്താഹമാണെങ്കിലും സത്സംഗമാണെങ്കിലും ഒക്കെ ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം പോയിരുന്ന് കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രം പോയിരുന്ന്, അങ്ങനെയൊക്കെ അവസരം ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ അധികം കുടുംബത്തിൽ സ്വതവേ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവിന് ഈശ്വരാന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ടാവില്ല. ഇനി ഭാര്യയ്ക്ക് നല്ല ഭക്തി ഉണ്ടെങ്കിൽ ഭർത്താവിന് ഇത് വലിയ താല്പര്യവും ഉണ്ടാവില്ല. ഇനി ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും ഭാഗവത്തിനോട് താല്പര്യം അങ്ങനെ അധികം പേർക്കൊന്നും, നമുക്കുള്ളത് ഭാഗ്യം എന്ന് കൂട്ടിക്കോളൂ, അധികം പേർക്കും ഉണ്ടാവാറില്ല. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തൊഴാന്നല്ലാതെ ആ പുസ്തകം ഒന്ന് നോക്കിയിരിക്കാൻ പ്രാന്തുണ്ടോ? പിന്നെ കുറേ പണിയില്ലാത്ത അമ്മമാർ അവർ വെറുതെ നേരം പോകാൻ വേണ്ടി ഇരിക്കണം. നമ്മളിപ്പോൾ അതിന് നിൽക്കുക. നമുക്കൊരു സമ്പ്രദായം, നമ്മൾ TV കാണുക, മൊബൈൽ നോക്കുക, ക്രിക്കറ്റ് കാണുക, ന്യൂസ്. കാശ്മീർ പ്രശ്നം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അരി വാങ്ങാനുള്ള കാര്യം അത് ഭാര്യ ചിന്തിക്കണം. ഇയാൾ കാശ്മീർ പ്രശ്നം നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൗരവമുള്ള വിഷയമൊക്കെ അല്ലേ നമ്മൾ നോക്കുക, അല്ലാതെ ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്കാണ് പൊതുവേ പതിവ്. ഇന്നത്തെ അങ്ങനെയല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഭാഗവത്തിനോട് ആദരവ്, അത് ഭാഗ്യല്ലേ? ജോഡിയായിട്ട് വന്നിരുന്ന് ഭാഗവതം കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് സാധിക്കും? അതല്ലേ ഇവരുടെ പ്രത്യേകത. പൂജാം ദുർവിരചിതാം പ്രണയാവലോകൈ. ആ കൃഷ്ണസാരനും ഹരിണിയും വന്ന് ഭഗവാന്റെ വേണുഗാനം കാണുന്നു, കേൾക്കുന്നു. ചെവി കൂർപ്പിച്ച് കേൾക്കുക മാത്രമല്ല, ഭഗവാനെ കേശാദിപാദം അവരിങ്ങനെ നോക്കുകയാണ്. ഭഗവാൻ വേണുഗാനം ചെയ്യുമ്പോഴുള്ള ഭഗവാന്റെ ത്രിഭംഗി, മധുരാകൃതി. 3 വളവാണ്. തലയൊന്ന് വളയ്ക്കും, കഴുത്തൊന്ന് വളഞ്ഞില്ലേ, പിന്നെ അരയൊന്ന് വളയ്ക്കും, പിന്നെ കാലൊന്ന് പണച്ചു വയ്ക്കും. 3 വളവാണ്. എന്തൊരു ഭംഗിയാണ് ഈ ഭഗവാൻ. എന്താ ഈ 3 വളവ് ചോദിച്ചാൽ, ഭക്തർക്ക് വേണ്ടി എത്ര അഡ്ജസ്റ്റ് ചെയ്യാനും ഞാൻ ആണ് വളഞ്ഞു കൊടുക്കുന്നത്. എത്ര വെച്ചാൽ ഭക്തർക്ക് വേണ്ടിയല്ലേ, അത് ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ആ ഭഗവാന്റെ ആ രൂപം കാണാനും കേൾക്കാനും ഈ മാനിന് സാധിക്കുന്നുണ്ടല്ലോ. 2 പേരും കൂടി അങ്ങനെ ഭഗവാനെ കേശാദിപാദം നോക്കുന്നത് കണ്ടാൽ അവർ നോട്ടം കൊണ്ട് ഭഗവാന് കർപ്പൂര ഒഴിയാണോ തോന്നും. ദീപാരാധന. പൂജാം ദുർവിരചിതാം പ്രണയാവലോകൈ കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാച തത് കൊണിത വേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയഃ സ്മരണുന്നസാര ബ്രശ്യത് പ്രസൂനകബര മുഹുർവിനീവ്യഃ. ഭഗവാന്റെ വേണുഗാനം കേട്ട് ആകാശത്തിലൂടെ പോകുന്ന ദേവസ്ത്രീകളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഏതാ ഈ രാഗം? ഏത് രാഗത്തിലാണ് ഭഗവാൻ വായിക്കുന്ന? കല്യാണിയാണോ? യദുകുല കാംബോജിയാണോ? വൃന്ദാവന സാരംഗി? ഏത് രാഗ? ദാഭേരിയാണോ? അവർക്ക് മനസ്സിലാവണില്ല. പരമശിവൻ ചോദിക്കുകയാണ്, പാർവതി നിനക്ക് മനസ്സിലായില്ല? സരസ്വതിക്ക് മനസ്സിലാവണത് ഏതാ രാഗം എന്ന് മനസ്സിലാവില്ല. അങ്ങനെ പല പല രാഗത്തിൽ ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. ഒരു ഭക്തൻ പറഞ്ഞു, വരി മനസ്സിലായിട്ടുണ്ട്, രാഗം മനസ്സിലായില്ല. എന്താ വരി? ആകെ 2 അക്ഷരമേ ഉള്ളൂ. രാധേ 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 രാധേ. അതാണത്രേ 2 അക്ഷരം. ഇതിങ്ങനെ പല പല രാഗത്തിൽ, ദാഭേരിയിൽ, പിന്നെ യമുനാ കല്യാണി, പല രാഗത്തിൽ ഒരേ 2 അക്ഷരം അങ്ങനെ മാറി മാറി വായിക്കത്രേ. മറ്റുള്ള ദേവന്മാരും ദേവികളും നോക്കിയിട്ടും അവർക്ക് രാഗം മനസ്സിലാവണില്ല. അവരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നു. ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തഭിതകർണപുടൈ പിബന്ധ്യ. ആ പശുക്കളെ ഭാഗ്യം നോക്കൂ. അവർ ചെവി കൂർപ്പിച്ചു വെച്ച് ഭഗവാന്റെ വേണുഗാനം കേൾക്കണില്ലേ? അതിൽ ശ്രദ്ധിക്കാൻ തോന്നണമെങ്കിൽ ഇവിടെ പശുക്കൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോഴും പല മനുഷ്യർക്കും ആണ് വ്യത്യാസമാണ്. പശുക്കൾ ചെവി കൂർപ്പിച്ച് വെച്ച് ഭഗവാന്റെ വേണുഗാനം അങ്ങനെ കേൾക്കുകയാണ്. അവരവരുടെ അയവറക്കാൻ മറന്നു പോവുക. എപ്പോഴും അയവറക്കിക്കൊണ്ടിരിക്കുന്ന ജന്തുവാണ് പശു. ചവച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. അങ്ങനെയുള്ള ആ പശു ചവയ്ക്കാൻ മറന്നുപോയി.
വായന്ന് അങ്ങനെ പുല്ല് കൊഴിഞ്ഞു പോണു, അതൊന്നും അവരറിയണില്ല. അവരുടെ ശ്രദ്ധ എങ്ങട്ടാ? ആ വേണുഗാനം മാത്രമാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികൾ പാല് കുടിക്കാൻ മറന്നുപോയി വേണുഗാനം കേട്ടിട്ടേ. പാലങ്ങനെ കവളിലൂടെ ഒഴുകുകയാണ്. അവരുടെ ശ്രദ്ധ എന്താ? വേണുഗാനമാണ്. ആ പശുക്കുട്ടികളും പശുക്കളും എന്ത് ഭാഗ്യം ചെയ്തു? പ്രായോപതാംബവിഹഗാഹ മുനയഃ. ഈ കാട്ടിലെ പക്ഷികളൊക്കെ പക്ഷികളാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഗോപികമാർ പറയും ഇവർ പക്ഷികളൊന്നുമല്ല. മുനയഃ വനേസ്മിൻ, ഇവരൊക്കെ മുനിമാരാണ്. അല്ലാതെ പക്ഷികൾക്ക് അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഏത് പക്ഷിയാ മിണ്ടാണ്ടിരിക്കുക? എത്ര നേരം മിണ്ടാണ്ടിരിക്കാൻ പറ്റും പക്ഷിക്ക്? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും പക്ഷികൾ, മിണ്ടാണ്ടിരിക്കാൻ സാധിക്കില്ല. ഭഗവാൻ വേണുഗാനം തുടങ്ങിയാൽ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലല്ലോ, വേണുഗാനം മാത്രം. പക്ഷികളൊക്കെ മിണ്ടാണ്ട കണ്ണടച്ചെന്ന് നിവർന്നിരിക്കുക. കണ്ണടച്ചെന്ന് നിവർന്നിരിക്കുന്നത് കണ്ടാൽ അത് ഋഷിമാരാ, മുനിമാരാണ്. മുനിമാർ വേഷം മാറി പക്ഷിയുടെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്ത്? വേണുഗാനം കേൾക്കാൻ. അതല്ലാണ്ട് അവർ ആ സന്യാസി വേഷം കെട്ടി വന്നു നിന്നാൽ നമ്മൾ കളിയാക്കിയാലോ? രുദ്രാക്ഷമാല, ഭസ്മക്കുറി, താടി, കായുകൊണ്ട കൊടുത്തിട്ട് പാട്ട് കേൾക്കാൻ വന്നിരിക്കുക വേണുഗാനം എന്ന് നമ്മളാരും കളിയാക്കണ്ട കരുതി അവർ പക്ഷികളുടെ വേഷം കെട്ടി വന്ന് ഇവിടെ ഇരുന്ന് വേണുഗാനം കേൾക്കുകയാണ്. പ്രായോപതാംബവിഹഗാഹ മുനയഃ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തദുദിതം കളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്തി അമീലിതദൃശോ വികതാന്യവാചഃ. മറ്റ് വർത്തമാനമൊന്നും ഇല്ലാതെ കണ്ണടച്ച് നിവർന്നിരിക്കുന്നത് കണ്ടാൽ അറിയില്ലേ അത് പക്ഷികളൊന്നുമല്ല, മുനിമാരാ. നദ്യസ്തദ തതുപധാര്യ മുകുന്ദ ഗീതമാവർത്തലക്ഷിത മനോഭവഭഗ്നവേഗാഹ. ആ കാളിന്തി നദി അവളെന്ത് പുണ്യം ചെയ്തു? ശരിക്കും പറഞ്ഞാൽ അവളാ ഭഗവാന്റെ ഒരു കാമുകിയ തോന്നുന്നുണ്ട് കേട്ടോ. ഭഗവാൻ എവിടെ പോയാലും ഏത് ചിത്രം ഭഗവാൻ്റെത് എടുത്താലും അവിടെ ആരുണ്ടാവും? ഒരു മൂലയിൽ കാളിന്തി ഉണ്ടാവും. എത്ര ചിത്രം വേണമെങ്കിൽ എടുത്തോളൂ, ഒരു സീനറി എടുത്താൽ ഭഗവാനെ കണ്ട തൊട്ടടുത്തൊരു നദി ഒഴുകുന്നുണ്ട്, കാളിന്തി. എവിടെയൊക്കെ ഭഗവാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഭക്ത ഈ കാളിന്തി അങ്ങനെ പോയി മാറി നിന്ന് ഭഗവാനെ നോക്കിക്കാണില്ലേ. ഭഗവാന്റെ വേണുഗാനം കഴിയുമ്പോഴേക്കും അവൾക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് തൻ്റെ ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് പരതി നോക്കി അങ്ങനെ ഒരു താമര അത് ഒഴുക്കി കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തോട് ചേർത്തു. കമലോപഹാരാഹ ദൃഷ്ടുവാ തപേ. വെയിൽ വന്നാൽ ഉടനെ എവിടുന്നാന്ന് അറിയില്ല, പെട്ടെന്നൊരു മേഘം വരികയായി. ആർക്ക് കുട പിടിക്കാൻ? ഭഗവാന്. എന്താ മേഘത്തിന് ഭഗവാനോട് ഇത്ര കണ്ട് സ്നേഹം? തനിക്കൊരു അഡ്രസ്സ് ഉണ്ടായി തോന്നാരാ? ഭഗവാനല്ലേ. ഭഗവാന്റെ നിറം എങ്ങനെയാ? നീലമേഘശ്യാമളൻ. പിന്നെ ഭഗവാനോട് കുറച്ചധികം താല്പര്യം ഉണ്ടാവില്ലേ? കൃഷ്ണൻ വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് കരുതി വെയിൽ വരുമ്പോഴേക്കും മേഘം വരും, ഭഗവാന് കുട പിടിച്ചു കൊടുക്കും. ദൃഷ്ട്വാ തപേ വ്രജപശൂൻ സഹരാമഗോപൈഃ സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമപ്രവൃദ്ധ ഉദിതഃ കുസുമാവലീഭിഃ സഖ്യുർവ്യദാത് സ്വവപുഷാംബുദ ആതപത്രം. ആതപത്രം എന്ന് പറഞ്ഞാൽ കുട. ആതപത്രം എന്ന് പേര് വരാൻ കാരണം ആതപാത് ത്രായത, ചൂടിൽ നിന്ന് രക്ഷിക്കുന്നത്. നമ്മുടെ വിചാരം മഴക്കാലത്താണ് കുട ഉപയോഗിക്കുകയെന്ന് അല്ലേ? നമ്മളങ്ങനെ പറയാം, മഴ പെയ്യുന്നുണ്ട് കുട. പണ്ടങ്ങനെയല്ല, മഴയ്ക്ക് ഉപയോഗിച്ചോളൂ, പക്ഷെ ആ പേര് വരാൻ കാരണം വെയിലത്ത് ചൂടിൽ നിന്ന് രക്ഷിക്കുന്നതാണെന്ത്? അങ്ങനെയാണ് ആതപത്രം എന്ന പേര്. ഇവിടെ ചൂട് വന്ന സമയത്ത് ആതപത്രമായിട്ട് നിൽക്കുന്നു മേഘം. ഭഗവാന്റെ വേണുഗാനം കഴിയുമ്പോഴോ ആ മേഘം ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി. മേഘത്തിന് ഇവിടുന്ന് പുഷ്പം കിട്ടി. അത് ദേവസ്ത്രീകളൊക്കെ മുകളിൽ നിന്ന് ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പം അർച്ചിക്കുന്ന സമയത്ത് മേഘത്തിലൂടെയല്ലേ പോവുക. മേഘം എല്ലാം ഒന്നും പുറമേക്ക് വിടില്ല, കുറച്ചൊക്കെ എടുത്തു വയ്ക്കും. അവനവനൊരാവശ്യം വരുമ്പോൾ കൊടുക്കാലോ എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ എടുത്തു വയ്ക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഭഗവാന്റെ ശിരസിലേക്ക് അവർ അഭിഷേകം, പുഷ്പാഭിഷേകം. പൂർണ്ണാഹ പുളിന്ദ്യൗരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദയിതാസ്തനമണ്ഡിതേന തദ്ദർശനസ്മരരുചസ്തൃണരൂഷിതേന ലിംബന്ത്യാനനകുചേഷു ജഹുസ്തദാധിം. ആ കാട്ടാള സ്ത്രീകളുടെ ഭാഗ്യം നോക്കൂ. നമുക്ക് ഇവിടെ ദൂരത്തിരുന്ന് ഭഗവാന്റെ വേണുഗാനം മനസ്സുകൊണ്ട് കാണാനും കേൾക്കാനല്ലേ സാധിക്കുന്നുള്ളൂ. എന്നാൽ ആ കാട്ടിലെ ആ കാട്ടാള സ്ത്രീകൾക്ക് പൂർണ്ണാഹ പുളിന്ദ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന തൈതാസ്തനമണ്ഡിതേന. ഭഗവാന്റെ ആ വേണുഗാനം കാണാനും കേൾക്കാനും ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത് അവർ ഹൃദയത്തോട് വയ്ക്കുകയാണ്. ഇത് ഞങ്ങളുടെ കൃഷ്ണൻ്റെ പാദസ്പർശമേറ്റ മണ്ണല്ലേ. അവർ കുറിയായിട്ട് തൊടുകയാണ്. തൻ്റെ ശിരസിലും ഹൃദയത്തിലും വെച്ച് അവർ ആ ഭഗവാനെ ബഹുമാനിക്കുന്നു.
ഹന്തായ മദ്രിഡബളാഹരിദാസവദ്യഃ. ആ ഗോപി ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ ആ പർവ്വതം വെറും ഒരു പർവ്വതമാണ്? ഗോപികൾ പറഞ്ഞു, ഇല്ല, അത് വെറും ഒരു പർവ്വതമല്ല. ഹരിദാസവദ്യഃ, അതേതോ ഒരു ഹരിഭക്തനാ. കാരണം അതിൻ്റെ നിൽപ്പ് കണ്ടാൽ അറിയില്ലേ, ഇങ്ങനെയുണ്ടോ ഒരു പർവ്വതം? ആ നിവർന്നങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ ഭക്തർ ഭാഗവതം കേൾക്കുമ്പം പടിഞ്ഞ് നിവർന്നിരിക്കും പോലെയാണ് ആ ഗോവർദ്ധന പർവ്വതം കണ്ടാൽ തോന്നുക. അതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദി കണ്ടാൽ ഭക്തർക്ക് ഭാഗവതം കേൾക്കുമ്പം കണ്ണിന്ന് കണ്ണീര് വരില്ലേ, അതുപോലെ. അതിൻ്റെ മുകളിൽ പൂത്തു നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ കണ്ടാൽ ഭക്തർക്ക് ഭാഗവതം കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവില്ലേ, അതുപോലെ. അതുകൊണ്ട് അത് കേവലം ഒരു പർവ്വതമൊന്നുമല്ല. ഹരിദാസവദ്യഃ, അതൊരു ഹരിഭക്തനാണ്, സംശയമില്ല. യത് രാമകൃഷ്ണ ചരണസ്പർശ പ്രമോദഃ, എന്തായാലും ഭാഗ്യവാനാണ്. കാരണം ഈ രാമകൃഷ്ണന്മാരുടെ ചരണസ്പർശമേൽക്കാൻ അതിന് സാധിക്കുന്നില്ലേ. ഇങ്ങനെ അവർ പറഞ്ഞ് ഇവിടെയുള്ള പർവ്വതങ്ങളുടെ ഭാഗ്യം, പക്ഷികളുടെ ഭാഗ്യം, പശുക്കളുടെ ഭാഗ്യം. പിന്നെ അവർ പറഞ്ഞു, നമ്മുടെ ഭാഗ്യം, നമുക്കും ഇവിടെ ഭഗവാനെ കിട്ടിയില്ലേ. ഇവിടെയുള്ള പക്ഷികളും വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെ നദികളും ഒക്കെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാനിലേക്ക് ചേരാൻ ആഗ്രഹിക്കുമ്പം ഇത്രയും അനുകൂലമായൊരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ട്, ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ഭഗവാനിലേക്ക് എത്തണില്ലെങ്കിൽ അത് നഷ്ടല്ലേ, അത് മോശമല്ലേ. പശുക്കൾ കേൾക്കേണ്ട ഭാഗവതം, വള്ളികൾ, വൃക്ഷങ്ങൾ, നദികളൊക്കെ ഭാഗവതം കേൾക്കുമ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മളിത് കേൾക്കണില്ലെങ്കിൽ അത് മോശമല്ലേ അവർക്ക് തോന്നുകയാണ്. ഭഗവാനെ സ്വന്താക്കണം എന്നൊരു തോന്നൽ, ആ വിചാരം ഉണ്ടാവണം. ഭഗവാനെ വേണം എന്നൊരു തോന്നൽ. നമുക്കെപ്പോഴും ഭഗവാനെ വേണം എന്നങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടോ? അറിയില്ല, എനിക്കെൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ വല്ലാണ്ടും തോന്നിയിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ വായിച്ചാൽ എനിക്ക് തോന്നിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം അതാണ് അതിൻ്റെ കഥ. അപ്പോഴും നമുക്ക് തുച്ഛങ്ങളായിട്ടുള്ള പല വിഷയങ്ങളും വേണമെന്നേ തോന്നുള്ളൂ. പക്ഷേ ഈ ഗോപികമാർക്കിപ്പം മാറി. ഇനി നമുക്കെന്തു മതി, ഇനി ഒന്നും വേണ്ട, ഭഗവാനെ മതി. അതിനെന്താ വേണ്ടത്? അതിനെന്താ വേണ്ടത് വെച്ചാൽ അറിയുന്ന ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയ നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കുക വേണ്ടത്. നമുക്ക് ശാണ്ഡില്യൻ്റെ അടുത്തേക്ക് പോയാലോ? ഗോപികമാരെല്ലാവരും കൂടി ശാണ്ഡില്യ മഹർഷിയെ കണ്ടു, തൊഴുതു, നമസ്കരിച്ചു, ഞങ്ങൾക്ക് ഭഗവാനെ വേണം. ശാണ്ഡില്യന് സന്തോഷമായി, നന്നായതായാലും. എപ്പോഴെങ്കിലും തോന്നിയല്ലോ ഭഗവാനെ ഇതുവരെയും വെണ്ണ വിറ്റു കാശുണ്ടാക്കണം എന്നല്ലാതെ ഇത്രയ്ക്ക് തോന്നിയിട്ടില്ല ഭഗവാനെ വേണമെന്ന്. ഇതാണ് ഭഗവാൻ ചെയ്തത്. പല ലീലകളിലൂടെ തൻ്റെ പ്രാധാന്യത്തെ അവർക്ക് ബോധിപ്പിച്ച്, അവർക്ക് തന്നോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ച്, തന്നെ ഇല്ലാണ്ട വയ്യ എന്നാക്കി തീർത്തു. ഇതാണ് ശാണ്ഡില്യം പറഞ്ഞു, ഭഗവാനെ വേണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടിയിട്ടുണ്ട്, നേടേണ്ട വിഷയമൊന്നുമല്ല. സമാധാനം വേണമെന്ന് പറഞ്ഞാൽ, പണ്ട് ബുദ്ധൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, ഐ വാണ്ട് പീസ് എന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, ആദ്യത്തതും അവസാനത്തതും വെട്ടിയാൽ പീസ് അവിടെ ഉണ്ട്, എനിക്ക് സമാധാനം വേണം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിട്ട് ഐ വാണ്ട്, ആദ്യത്തെ രണ്ടെണ്ണം വെട്ടിയാൽ സമാധാനം അവിടെ ഉണ്ട്, പീസ് അവിടെ ഉണ്ട്. നമുക്ക് ഞാൻ വേണം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റില്ല. അത് രണ്ടും മാറ്റിയാൽ സമാധാനം ഉണ്ടാക്കൊന്നും വേണ്ട, എവിടുന്നെങ്കിലും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഉണ്ട്. നമ്മളൊക്കെ ഇപ്പം സന്തുഷ്ടരാണ്, ശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തുച്ഛങ്ങളായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് സമാധാനം കളയണം. സമാധാനം ഉണ്ട് അവിടെ, ഉണ്ടാക്കേണ്ട വിഷയമല്ല. നിങ്ങളിലൊക്കെ ഭഗവാനുണ്ട്, പക്ഷേ നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ അതിന് കാരണം അജ്ഞാനമാണ്, മായ എന്നതിന് പറയുക. ആ മായയെ നീക്കിയാൽ ഈശ്വരനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ അറിയുന്നുണ്ടോ ചോദിച്ചാൽ അറിയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു സുഖം ഉണ്ടാവണില്ലേ, ഭഗവാൻ തന്നെയാണത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ദുഃഖം ഉണ്ടാവണില്ലേ, അത് പൂർണ്ണമായിട്ട് അറിയട്ടാ. നമുക്ക് ദുഃഖമുണ്ടാവണമെങ്കിൽ അതിനും കാരണം അജ്ഞാനം ഉണ്ടെങ്കിൽ അതിനും കാരണം ആരാ? അതിനും കാരണം ജ്ഞാനം തന്നെയാണ്. എന്താണ്? അറിവുള്ളതുകൊണ്ടല്ല. എനിക്ക് അറിവില്ല. ചിലങ്ങനെ പറയാറുണ്ട്, എന്താ തിരുമേനി എൻ്റെ കാര്യം എനിക്ക് ഒരു അറിവും ഇല്ല. അതൊരറിവല്ലേ? നമ്മളിപ്പോൾ അത് അത്രത്തില്ല. നമ്മളിപ്പോൾ ഒക്കെ അറിയാൻ പറഞ്ഞിരിക്കും. അവർക്കൊന്നും അവർ സത്യമായിട്ട് പറയാം, വലിയ അറിവൊന്നും ഇല്ല അവർ പറയുമ്പോൾ ആ അറിവ് എങ്ങനെ ഉണ്ടായി? അതറിയണവനാരാ? എനിക്കറിയില്ല എന്നുള്ളത് അതറിവല്ലേ? അപ്പം അറിവില്ലായ്മയ്ക്കും അടിസ്ഥാനം എന്താ? ജ്ഞാനം തന്നെയാണ്. സൂര്യനെ മേഘം മറയ്ക്കുക എന്ന് പറയും. സൂര്യനെ മേഘം മറയ്ക്കണമെന്നില്ല വാസ്തവത്തിൽ, ഉണ്ടോ? സൂര്യനെ മേഘം മറച്ചു എന്നെങ്ങനെയാണ് കണ്ടു? ആരുള്ളതുകൊണ്ടാണ് കണ്ടത്? സൂര്യനുള്ളതുകൊണ്ടാണ് കണ്ടത്. മേഘത്തെ കാണാൻ കാരണം എന്താ? സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ്. പക്ഷെ നമ്മൾ പറയാം സൂര്യനെ മേഘം മറച്ചു. മേഘം സൂര്യനെന്നല്ല, നമ്മളെ കണ്ണിനെയാണ് മറച്ചത്. നമ്മൾ പറയാറില്ലേ, ഞാൻ സൂര്യനെ കൈകൊണ്ട് മറച്ചു. എന്താണ്? സൂര്യനെ
കുഞ്ഞു കൈ കൊണ്ട് കണ്ണനെ മറച്ചെന്നാണ് പറയേണ്ടത്. കണ്ണൻ്റെ അടുത്താണ് കൈ, സൂര്യൻ്റെ അടുത്തല്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അജ്ഞാനം. അപ്പം നമുക്ക് അജ്ഞാനം ഉണ്ടെങ്കിൽ അതിനും കാരണം അറിവ് തന്നെയാണ്. ആദ്യം അത് മനസ്സിലാക്കുക, പിന്നെ അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കാൻ ശ്രമിക്കുക. അതിനെന്താ വഴി? അതിനോട് മായയോട് പ്രാർത്ഥിക്കുക, ഒന്ന് മാറിത്തരണമെന്ന്. അതല്ലാതെ അതിനോട് യുദ്ധം ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റില്ല, പ്രയാസമാണ്. മായയോട് യുദ്ധം പറ്റില്ല. യുദ്ധം ചെയ്യുന്തോറും മായ പ്രബലമാവും. ഒക്കെയാണ് ബാലിയുടെ കഥയൊക്കെ കാണിക്കുന്നത്. അതിനോട് യുദ്ധം ചെയ്താൽ നമ്മുടെ ശക്തി പകുതി ആർക്ക് കിട്ടും? അത് ബാലിക്ക് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ മായയോട് യുദ്ധം ചെയ്താൽ നമ്മളുടെ ശക്തിയും കൂടി മായയ്ക്ക് കിട്ടും. മായയുടെ ശക്തി വർദ്ധിച്ചു വരും, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ നല്ലതെന്താണ്? അതിനോട് പ്രാർത്ഥിക്കുക, ഒന്ന് മാറി നിന്നാൽ സന്തോഷമായിരുന്നു, എനിക്ക് ഭഗവാനെ കാണാൻ എളുപ്പമുണ്ട്, നീ ഒന്ന് മാറി നിന്നാൽ. ഏതുപോലെ രാമകൃഷ്ണദേവൻ പറയും, ഏതുപോലെ ചോദിച്ചാൽ രാമൻ നടക്കും മുന്നിൽ, തൊട്ട് പിന്നിൽ സീത, അതിൻ്റെ പിന്നിൽ ലക്ഷ്മണൻ. ഇങ്ങനെയാണ് നടന്നു പോകുന്നത് കാട്ടിലേക്ക് പോകുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് രാമന് തടസ്സമായിട്ട്, ലക്ഷ്മണന് തടസ്സമായിട്ട് ആര് നിൽക്കും? സീത ഇടയ്ക്കിടയ്ക്ക് വരും. രാമനെ കാണാൻ അപ്പോൾ ആർക്ക് പറ്റില്ല? ലക്ഷ്മണൻ രാമനെ കണ്ടുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആര് വരും? സീത അങ്ങനെ ഇടയ്ക്ക് വരുന്ന സമയത്ത് സീതയോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? അമ്മയല്ലേ, ഏട്ടൻ്റെ വൈഫല്ലേ, അപ്പം അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റും? അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് തൊഴുതിട്ട് അങ്ങനെ പറയും, അമ്മയെ ഒന്നും കണ്ട് മാറി നിന്നെങ്കിൽ എനിക്ക് ഏട്ടനെ കാണാമായിരുന്നു. അമ്മയ്ക്കൊന്നും തോന്നരുത്, ഒന്നും കണ്ട് മാറി നിന്നിരുന്നെങ്കിൽ ഇതേ പറ്റുള്ളൂ. ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക, അല്ലയോ മഹാമായേ ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമമില്ലാണ്ടിരിക്കുകയായിരുന്നു. അതാണ് പ്രാർത്ഥന. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ. അല്ലയോ മായാഭഗവതി, നീ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് പതിയായിട്ട് ആ ഭഗവാനെ കിട്ടണം. പതിയായിട്ട് ആരെ കിട്ടണം? ഭഗവാനെ കിട്ടണം. പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. പാതി ഇതി പതി, രക്ഷകൻ ഭഗവാനാണ്. നമ്മളുടെയൊക്കെ രക്ഷകൻ ആരാ? ഭഗവാനാണ്. പക്ഷെ നമുക്കത് ഇടയ്ക്ക് മറന്നുകൊണ്ടല്ലോ ഉണ്ട്. നമ്മളിടയ്ക്ക് വിചാരിക്കും നമ്മുടെ രക്ഷകനാരാ? ഡോക്ടറാണ് അല്ലേ, അങ്ങനെ വിചാരിക്കില്ലേ? അലോപ്പതിയാണ്, ഹോമിയോപ്പതിയാണ്, നാച്ചുറോപ്പതി ആണ്, ജഗത്പതിയാണെന്ന് വിചാരിക്കാറില്ല. അത് വേണം. നമ്മുടെയൊക്കെ രക്ഷകൻ ഭഗവാനാണെന്നുള്ളത് അവസാനം ഡോക്ടറും പറയും, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൊണ്ടുപോയിക്കോളും, ഇനിയൊക്കെ മൂപ്പര് നോക്കും എന്ന് പറയും. അതാണ് പ്രാർത്ഥന. നമ്മുടെയൊക്കെ രക്ഷകൻ ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരണേ. അതാണ് സത്യം. പക്ഷേ ആ തിരിച്ചറിവ് ഞങ്ങൾക്കില്ല, അത് ഉണ്ടാക്കി തരണം. ആ തിരിച്ചറിവില്ലാത്തത് മായ കാരണമാണ്. മായെ ഒന്ന് നീങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മായാഭഗവതി കൃഷ്ണൻ്റെ സഹോദരിയല്ലേ, പത്മനാഭ സഹോദരി. ദേവിയുടെ പേരെന്നതാണ്, പത്മനാഭൻ്റെ സഹോദരിയാണ്. സഹോദരിയെ നമ്മുടെ ആളാക്കിയാൽ എളുപ്പം ആളെ വളയ്ക്കാൻ പറ്റില്ലേ? നമ്മളൊക്കെ ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം ആ ബന്ധുക്കളെയൊക്കെ, ഒരു പയ്യനെ ഇഷ്ടമാണ് വിചാരിക്കുക, ആ പയ്യൻ്റെ ബന്ധുക്കളൊക്കെ വശത്താക്കുക ആദ്യം, പിന്നെ അയാൾക്ക് നോ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഈ ഭഗവതിയെ ആരാധിച്ചാൽ, തൻ്റെ ആളാക്കിയാൽ എളുപ്പത്തിൽ കൃഷ്ണനെ കിട്ടുമല്ലോ എന്നവർ മനസ്സിലാക്കി ശാണ്ഡില്യൻ പറഞ്ഞെടുത്ത പ്രകാരം അവർ 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിച്ചു. ഇങ്ങനെയൊക്കെയുള്ള നിഷ്ഠ ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഹൃദയം ശുദ്ധമാവാൻ, ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാനെ എളുപ്പം ലഭിക്കും. ലഭിക്കേണ്ട വിഷയമല്ല, ഉണ്ട്, ചിത്തശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതാണ്. നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കളങ്കമാണെന്ന അർത്ഥം. അതുകൊണ്ട് ആരോടും പോയി സമാധാനം ഇല്ല ഒന്നും പറയണ്ട. ഇവരുള്ളവനാച്ചാൽ മനസ്സിലാക്കും, ഇവരുടെ മനസ്സ് കളങ്കമാണ്. കളങ്കം ഇല്ലാത്ത മനസ്സാണെങ്കിൽ അവർക്കെന്തില്ല, അവർക്കെന്ത് ഇനി എന്താ നേടാനുള്ളത്? നമ്മളുടെ കണ്ണടക്കി കളങ്കമുള്ളതുകൊണ്ടാണ് നമുക്ക് കണ്ണ് കാണാത്തതേ. കണ്ണട വൃത്തിയാക്കിയാൽ കുഴപ്പമില്ല കേട്ടോ, നമ്മളിത് ഇവിടെ ഇരുട്ടല്ല കണ്ണടയെ പ്രശ്നം, ഇവിടെ വെളിച്ചുണ്ട്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഭഗവതിയെ ആരാധിക്കുന്നു. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം. അതിൻ്റെ അവസാനത്തിൽ അവർ ദേവിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ നേരത്തെ എണീക്കും. 3-3:30 എണീറ്റ് പോയി അവർ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് നീന്തിപ്പോയി അക്കരെ എത്തി മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് പൂജ. അതിൻ്റെ അവസാനത്തെ ദിവസം ഇന്ന് ദേവി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഇവർ ഓടിച്ചെന്ന് നീന്തിപ്പോയി മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ച് ഭഗവതിയെ കാത്തിരിക്കാൻ, തൊഴുത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഭഗവതി ഇപ്പം പ്രത്യക്ഷപ്പെടും, ഭഗവതിയോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ പതിയായിട്ട് കിട്ടണം. അവരങ്ങനെ ഭഗവതി പ്രസാദിക്കുന്നത് നോക്കിയിരിക്കുന്ന സമയത്ത് പ്രസാദിച്ചത് ഭഗവതിയല്ല, ഭഗവാനാണ്. കൃഷ്ണൻ്റെ വേണുഗാനം കേട്ടു. ഒരു 4 മണി 4:15 ഉണ്ടാവും രാവിലെ. വേണുഗാനം കേട്ടപ്പോഴേക്ക് അവർ കണ്ണു തുറന്നു. കൃഷ്ണൻ എത്തിയോ? വേഗം അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തിപ്പോയി അവരുടെ വസ്ത്രം എടുക്കാൻ പുറപ്പെട്ട സമയത്ത് വസ്ത്രമൊന്നും അവിടെ ഇല്ല. അതൊക്കെ ആ മരത്തിൻ്റെ മുകളിൽ മണ്ഡപം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ.
മുകളിലേക്ക് നോക്കിയപ്പം കൃഷ്ണനെ അവർ കണ്ടു, മരത്തിൻ്റെ മുകളിൽ വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് അവർ ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, ശ്യാമസുന്ദര തേ ദാസ്യഃ. അല്ലയോ ശ്യാമസുന്ദര, ഗോപികമാർ മാത്രം വിളിക്കുന്ന പേരാ ശ്യാമസുന്ദര, കറുത്ത സുന്ദര ആണ് പേരിൻ്റെ അർത്ഥം. ചെറിയ പ്രശ്നമുണ്ട് അത് പേരിന്, കറുത്ത സുന്ദര എന്നൊക്കെ ആരെയും വിളിക്കുമോ? ചെറിയ പ്രശ്നമുണ്ട്, അതൊരു കളിയാക്കലും കൂടിയുണ്ട്. നീ എങ്ങനെടാ കറുത്തത്? നിൻ്റെ അച്ഛനാണെങ്കിൽ വെളുത്തും കൊണ്ടാണ്, അമ്മ കാണിച്ച വെണ്ണ ബിസ്ക്കറ്റ് പോലെ, നീ എന്തേ കറുത്തു? നിന്നെ ചാണകം കൊടുത്തിട്ട് പകരം വാങ്ങിയത് തോന്നുന്നുണ്ട് എവിടുന്നോ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയൊക്കെ പതിവ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വസ്ത്രം കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർ ശ്യാമസുന്ദര തേ ദാസ്യഃ, അല്ലയോ സുന്ദര നിന്റെ ദാസിമാരല്ലേ ഞങ്ങൾ. ധർമ്മജ്ഞ, നീ ധർമ്മം അറിയുന്നവനല്ലേ. ദേഹി വാസാംസി, ഞങ്ങളുടെ വസ്ത്രം തിരിച്ചു തരൂ. നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ, നീ ഞങ്ങളുടെ വസ്ത്രം തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അച്ഛനോട് പോയി പറയും. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ അത് ആദ്യം കഴിയട്ടെ, അച്ഛനോട് പോയി പറഞ്ഞു വരിക, എന്നിട്ട് ഞാൻ വസ്ത്രം തരാം. അവർ കുടുങ്ങി. നീ ധർമ്മം അറിയുന്നവനല്ലേ, ഇതാണോ ധർമ്മം? സ്ത്രീകളുടെ വസ്ത്രമൊക്കെ എടുത്തു കൊണ്ടുപോകുക പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. ഇവിടെ വെണ്ണയും പാലൊക്കെ മോഷ്ടിക്കുന്നത് പോലെയല്ല കേട്ടോ ചേല മോഷ്ടിക്കുക പറഞ്ഞാൽ എന്നവർ പറഞ്ഞു. ധർമ്മം അറിയുന്നവനല്ലേ എന്നുള്ള ചോദ്യം കേട്ട സമയത്ത് ഭഗവാന് ബോധ്യപ്പെടുത്തി കൊടുക്കണം താൻ ആരെന്നുള്ള കാര്യം. താൻ കേവലം ഒരു പുരുഷനായിട്ടാണോ ഇവർ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ അല്ലാന്ന് ബോധിപ്പിക്കണം. അത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ നിങ്ങൾ എന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ട കേട്ടോ. ഒരു പുരുഷൻ എന്നുള്ള മട്ടിൽ, ഈശ്വരൻ എന്നുള്ള മട്ടിൽ അറിഞ്ഞിട്ട് മതി. ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈശ്വരൻ്റെ മുന്നിൽ നിൽക്കാൻ നാണുണ്ടാവുമോ? നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാൻ നാണുണ്ടോ? ഉണ്ടോ? ഈ നാണം ലജ്ജയൊക്കെ ഉണ്ടാവുന്നത് ശരീരാഭിമാനം കൊണ്ടാണ്. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തോന്നൽ ആണ് ഈശ്വരനെ കിട്ടാനുള്ള തടസ്സം തന്നെ. ശരീരാഭിമാനം കുറയും തോറും ആനന്ദം കൂടിക്കൂടി വരും. വലിയ വലിയ യോഗീശ്വരന്മാർക്കൊന്നും ഉണ്ടാവില്ല, അവർക്ക് വസ്ത്രമൊക്കെ പേരിനേ ഉണ്ടാവുള്ളൂ. രമണ മഹർഷിയൊക്കെ ഒരു കൗബീനം മാത്രമേ എടുക്കുള്ളൂ. പലരും കളിയാക്കാറുണ്ട് അദ്ദേഹത്തോട്. പണ്ട് ഒരാൾ പോയി ചോദിച്ചു, ഇത്രയും 10-200 പേരിരിക്കുമ്പോൾ അങ്ങ് ഈ കൗബീനം എടുത്ത് ഇങ്ങനെ ഇരുന്നാലെങ്ങനെയാണ്? ഒന്നുമില്ല, ഒരു കൗബീനം എടുത്ത് അവിടെ ഇരിക്കുകയാണ്. താഴത്തിരിക്കുന്നവരൊക്കെ വലിയ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് വലിയ കോട്ടൊക്കെ ഇട്ട് വലിയ വലിയ കേമന്മാർ. ഇയാളാകെ ഒരു കൗബീനം എടുത്തിരിക്കുമ്പം 10-200 പേരില്ലേ, അങ്ങ് ഈ കൗബീനം എടുത്തിരുന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 200 പേരുള്ളതുകൊണ്ടാണ് കൗബീനം. എന്താണ് ബാക്കി പറയണ്ടല്ലോ, ഞാനിപ്പോൾ ഈ കൗബീനം എടുക്കുക 200 പേരുണ്ടല്ലോ ഉള്ളതുകൊണ്ടാണ്, അതില്ലെങ്കിൽ ഇതുണ്ടാവില്ല എന്നർത്ഥം. അയാൾ തൊഴുതു, നന്നായി. അവരെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമല്ല, അവർക്ക് ഈ ദേഹം തന്നെ ആവരണം. അതന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. നമുക്ക് ചേരാത്തൊരു സാധനം മേലിട്ടാൽ ഇഷ്ടാവുമോ? ഇതുപോലെ ഇത് ഞാനല്ല, നല്ല ബുദ്ധിമുട്ട് കൊണ്ടു നടക്കുക, വീഴും വരെ കൊണ്ടു നടക്കുക, അത്രയേ ഉള്ളവർക്ക്. അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചാർത്തിയാലെന്ത് ഇല്ലെങ്കിലെന്ത്. ഇപ്പം ഗോപസ്ത്രീകൾക്ക് ശരീരത്തിനോട് ലേശം അഭിമാനം ഉണ്ടായിരുന്നു, അഭിമാനം ഇല്ലാണ്ടാക്കി കൊടുക്കുന്ന ലീലയാണ് ഗോപി വസ്ത്രാപഹാരം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലുള്ള കഥയാണെങ്കിൽ ശരിയെന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ട്. ഭഗവാന് കാണാത്തതായിട്ടൊന്നുമില്ല, നമ്മുടെ അകത്തും പുറത്തുവാരുണ്ട് ഭഗവാനുണ്ട്. ഭഗവാൻ ഇനി എന്ത് കാണാൻ? അത് മാത്രമല്ല, അങ്ങനെ ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചു എന്നുള്ള പറയുകയാണെങ്കിൽ അത് ചെറിയ പ്രശ്നം. എന്താ ചോദിച്ചാൽ, അങ്ങനെ ഒരു കഥ ശ്രീശുകർ പറഞ്ഞു കൊടുക്കും തോന്നുന്നുണ്ടോ? ആരാ ശ്രീശുകർ? നമ്മളെപ്പോലെ ഏഷണി പറയുന്ന ആളാ ശ്രീശുകൻ. അങ്ങനെ എവിടെയും അധികം നേരം ഇരിക്കാറുമില്ല. ആൾ പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലാണ്ടൊന്നും പറയൂല. സർവ്വസംഘ പരിത്യാഗിയാണ്, പരമഹംസനാണ്. അങ്ങനെ ഒരു പരമഹംസൻ ലൗകികമായ ഒരു ലീല അങ്ങനെയൊന്നും വിസ്തരിച്ച് പറയില്ല, അതിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അത് മാത്രമല്ല, ഒരു പശ്ചാത്തലം നമ്മൾ മറന്നു പോരുത്. പരീക്ഷത്തിന് ശാപം കേട്ടിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കും. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കാൻ പോണ ആളോട് കഥ പറഞ്ഞു കൊടുക്കുക. പണ്ട് കൃഷ്ണനെ പെണ്ണുങ്ങളെ വസ്ത്രം ഇട്ടുകൊണ്ട് പിന്നെ പരീക്ഷത്ത് കേൾക്കാൻ ഇരിക്കുക. അതൊക്കെ കുറേ കാലം ജീവിച്ചിരിക്കും, കയ്യിൽ കുറേ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇജാതി കഥയൊക്കെ കേൾക്കാന്നല്ലാതെ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. അങ്ങനെയുള്ള ആൾക്ക് ഈ വക ലൗകിക ലീലകളൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ഓർത്തിട്ട് വേണം, അല്ലാതെ ഇത് ഈ ഭാഗം മാത്രം എടുത്തുകൊണ്ടുപോയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത പ്രയാസവും ഒന്നല്ല. അതും കൃഷ്ണൻ്റെ പ്രായം നോക്കണം. 4-5 വയസ്സ് പ്രായത്തിലാണ് ഇപ്പം ഈ ഒരു ലീല നടക്കുന്നത്. അതുകൊണ്ട് അതല്ല അർത്ഥം നർത്ഥം, അതാണ് കാണിച്ചിരുന്നത്. ഭഗവാൻ ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ ധർമ്മജ്ഞ എന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറയട്ടെ. നിങ്ങളിപ്പം അധർമ്മം ചെയ്തു, ധർമ്മത്തെ സ്ഥാപിക്കാനാണ് ഞാനിവിടെ അവതരിച്ചത് തന്നെ. നിങ്ങളിപ്പോൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾക്ക് എന്നെ പതിയായിട്ട് കിട്ടണം എന്നാണ് ആഗ്രഹം, നല്ല ആഗ്രഹമാണ്, അതൊരു തെറ്റുമല്ല, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ എന്നെ പതിയായിട്ട് കിട്ടാൻ വേണ്ടി ആരാധിച്ചതാരെയാ? ദേവിയെ. തെറ്റാണോ? ഒരു തെറ്റുമല്ല.
ആരെ വേണമെങ്കിലും ആരാധിക്കാം. ഭാഗവതം നന്നായി മനസ്സിലാക്കാൻ പറ്റണേ എന്നുള്ള വിചാരത്തിൽ ദേവിയെ ആരാധിക്കാം, സരസ്വതിയെ ആരാധിക്കാം, സുബ്രഹ്മണ്യനെ ആരാധിക്കാം, ഗണപതിയെ ആരാധിക്കാം, ഹനുമാൻ ആരാധിക്കാം. ഉദ്ദേശം എന്താ? ഭാഗവതം മനസ്സിലാക്കാൻ പറ്റും. ഒരു തെറ്റുമല്ല. അതുകൊണ്ട് എന്നെ കിട്ടണം എന്നുള്ള മട്ടിൽ നിങ്ങൾ ദേവിയെ ആരാധിച്ചു, ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ദേവനെ നിന്ദിക്കുന്നുണ്ട്, അത് തെറ്റാണ്. ഒരാളെ ആരാധിക്കുമ്പോൾ വേറൊരാളെ ഉപദ്രവിച്ചും കൊണ്ടാവരുത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളിപ്പോൾ ആരെയും ഉപദ്രവിച്ചത്? അവർക്ക് അറിയാനായിട്ടാണ്, വേണം ചിട്ടല്ല, മനഃപൂർവ്വമല്ല. യൂയം വിവസ്ത്ര യഥപോ ധൃതവ്രത. നിങ്ങളൊക്കെ വ്രതം ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങളിപ്പം വസ്ത്രമില്ലാതെ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് നിങ്ങളുടെ വ്രതത്തിന് ഭംഗം വന്നു. ഇനിയിപ്പോൾ എന്നെ കിട്ടുന്ന കാര്യം സംശയ. വേദം പറയും വസ്ത്രമില്ലാണ്ട് എന്ന വിവസനസ്നായേത്, ജലാശയത്തിൽ വസ്ത്രമില്ലാണ്ട് കുളിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ ജലത്തിന് എത്ര കണ്ട് പ്രാധാന്യം ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം കൊടുക്കുന്നുണ്ട്. ഉഷതീരിവമാതര, ജലം അമ്മയെപ്പോലെയാണെന്നാണ്. ജലത്തെ നമ്മൾ അങ്ങനെ കാണാവൂ. ജലാശയത്തിൽ കാർക്കിച്ച് തുപ്പരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്, പഴയ വസ്ത്രം വലിച്ചെറിയരുത് എന്നൊക്കെ ഒക്കെ വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ്. കുറച്ച് മുമ്പ് വിഷം കലക്കണ സമയത്ത് കാളിയനെ പോയി നേരെയാക്കി, ജലാശയത്തിൽ വിഷം കലക്കരുത് പറഞ്ഞു. ഇപ്പോൾ ദാ ഗോവസ്ത്രീകൾ തൻ്റെ ആളുകളാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ഭഗവാൻ ദാ ഉപദേശിക്കുകയാണ്, ഇത് ശരിയല്ല, നിങ്ങൾ വസ്ത്രമില്ലാണ്ട് വെള്ളത്തിൽ കുളിക്കണത് കാരണം വരുണദേവനെ അപമാനിക്കുക ചെയ്തത്, ഇത് ശരിയല്ല, നിങ്ങളുടെ വ്രതത്തിന് ഭംഗം വന്നു. മത്വ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം, നിങ്ങളുടെ വ്രതത്തിന് ച്യുതി വന്നു. ഒക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ശ്ലോകം കേട്ടോ. 19-20 എവിടെയാ നോക്കണ്ട. കാരണം ഈ കഥയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് ഗോപസ്ത്രീകടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരു അടുത്ത വരിയ കേൾക്കേണ്ടത്. ശീലക്കേടുകൾ. എന്ത് ശീലക്കേട്? ഭഗവാൻ അവരെ ശീലം പഠിപ്പിക്കേണ്ടായത്. പക്ഷെ നമ്മളത് ആ കവി നല്ല ഉദ്ദേശത്തിലാണ്, ഭക്തി എന്നുള്ള സമ്പ്രദായത്തിലൊക്കെയാണ് പറഞ്ഞത്, ശരി തന്നെ. പക്ഷേ ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അതാണ് കുഴപ്പം. ഇന്നത്തെ പണ്ടാണ് അത് മതിയായിരുന്നു, അങ്ങനെയുള്ള കവിതകൾ കേട്ടാൽ ഭക്തി ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, അവരൊക്കെ ഈശ്വര നിഷേധികളായിട്ട് മാറും. അതാണ് ഈ കഥ വിസ്തരിക്കുന്നത്. ഏതായാലും തെറ്റ് മനസ്സിലാക്കി അവർ ചോദിച്ചു, ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. എന്ത് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? ഭഗവാൻ പറഞ്ഞു, വരുണദേവനെ നമസ്കരിച്ചാൽ മതി. അവരവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു, ഒരു മടിയില്ല. ഇപ്പം ഭഗവാന്റെ മുന്നിൽ നിൽക്കാൻ അവർക്ക് എന്തില്ല. അവർ ഭഗവാനെ അവരായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിപ്പം കണ്ണാടി നോക്കി നമ്മളെ കാണുമ്പോൾ നമുക്ക് ലജ്ജ ഉണ്ടാവും. എന്ത് ലജ്ജിക്കാൻ? അവരിപ്പം ഭഗവാനെ അവരെ പോലെ തന്നെ, അവരുടെ കൂട്ടത്തിലൊരു ഗോപിക അല്ലെങ്കിൽ അവർ തന്നെ ആ മട്ടിൽ കണ്ടതുകൊണ്ട് അവർക്ക് ലജ്ജ ഉണ്ടായില്ല. അവർ വന്നു വരുണദേവനെ നമസ്കരിക്കുന്നതിന് പകരം അവർ നമസ്കരിച്ചത് പരീക്ഷത്തെ കൃഷ്ണനെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിവുണ്ടായി. ഇവിടെ വരുണനായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ഇനി ഭഗവതിയായിട്ട് നിൽക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. ഈ കൃഷ്ണനാണ് ഈ കാണുന്ന ദേവതകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഓരോ രൂപത്തിൽ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ ഓരോ ദേവത. ഇതൊക്കെ വാസ്തവത്തിൽ ആരാ? ഇതൊക്കെ ഭഗവാൻ തന്നെ എന്ന് മനസ്സിലാക്കി അവർ ആ ഭഗവാനെ നമസ്കരിച്ചാൽ എല്ലാവരും നമസ്കരിച്ചതുപോലെ ആവില്ലേ എന്ന് കണക്കാക്കി ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു, അവരുടെ വസ്ത്രം തിരിച്ചു കൊടുത്തു. ഭഗവാൻ തൊട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അത് പ്രസാദമായില്ലേ? ഇന്നലെ അവരണിഞ്ഞതുപോലെയല്ല, അവരിപ്പം വസ്ത്രം അണിയണത് ഇത് ഭഗവാൻ തന്നതാ. ഇതാണ് അവരുടെയാണ്, പക്ഷെ അങ്ങനെയല്ല, ഇത് ഭഗവാൻ തൊട്ട് തന്നതല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം. ഭഗവാന് സമർപ്പിച്ച് നമ്മൾ സ്വീകരിക്കാറില്ലേ? ഭഗവാന് നിവേദ്യം കൊടുത്തിട്ടത് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഭാവം? നമുക്ക് വലിയ അഹന്ത ഉണ്ടാവില്ല. തീർത്ഥം നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് വാങ്ങുക? കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് 2 കൈ ചേർക്കണോ സംശയമായി, ഒന്ന് തല താഴ്ത്തണോ സംശയമൊക്കെ ഇല്ലേ? അങ്ങനെ ഒന്നുമില്ല, കിണറിലെ വെള്ളമാണ്, അതിന് ചായ ഉണ്ടാക്കാൻ കൊടുത്തത് തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല, ചായ കുടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് കുടിച്ചു എന്നല്ലാതെ. ഇത് ഭഗവാന് അഭിഷേകം ചെയ്ത് വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്ന ഭഗവാനായിട്ട് ബന്ധം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുമ്പം കുറച്ചും കൂടി ഒരു ആദരവ്. അതാണ് വടിയും കഥ. ഭഗവാൻ ഇപ്പോൾ അവർക്ക് കൊടുത്തത് വെറും വസ്ത്രമല്ല, കാഷായമാണ് കൊടുത്തതെന്ന് പറയും ആചാര്യന്മാർ. ഇനി അവർ ജീവിക്കണതൊക്കെ ആർക്ക് വേണ്ടിയാ? സന്യാസിമാർ ജീവിക്കണത് ആർക്ക് വേണ്ടിയാ? ഈശ്വരന് വേണ്ടി. അവർക്കിനി ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം. നമുക്ക് പിന്നെ അങ്ങനെയല്ല, പേരക്കുട്ടിയുടെ കല്യാണം, ഇതാണ് നമ്മുടെ. പിന്നെ പേരക്കുട്ടിയുടെ കുട്ടി, പിന്നെ ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോഴേക്കും നമ്മൾ പോകണോണ്ട് കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ ഒക്കെ അത്രയേ ഉള്ളൂ. അതൊന്നും വേണമെന്നില്ല. വേണ്ടത് ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എങ്കിലും നീ ഈശ്വരനെ ഒന്ന് അറിയണം.
ആ വിചാരം ഉണ്ടാവേണ്ടത്. ബാങ്കിൽ കുറേ ഉണ്ടല്ലോ അല്ലേ, ഇനിയിപ്പം തന്നെയുള്ള കാലത്തേക്ക് കഴിയാനുള്ളതൊക്കെ ഇപ്പോൾ അതിലുണ്ട്. ഇനിയിപ്പോൾ ആർത്തില്ലാണ്ട് ഇനി അധികം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കാണ്ട് കഴിയുന്നതുമുള്ള സമയം സമാധാനമായിട്ടിരുന്ന് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവരുടെ പിന്നീടുള്ള ജീവിതമൊക്കെ ഭഗവാനെ കിട്ടണം എന്നുള്ള വിചാരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാതെ ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട് സ്വാമിനി അമ്മമാരായിട്ട് ആര് കഴിഞ്ഞു? ഇങ്ങനെ കണക്കാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളാകെ പരിഭ്രമിക്കും, പറയണത് കഥകളൊക്കെ തെറ്റിദ്ധരിക്കാനും സാധ്യത ഉണ്ട്. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ അനുഭവം, ആനന്ദം എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, സമയാവട്ടെ. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള അർഹത പൂർണ്ണമായിട്ടില്ല. കുറച്ചുകൂടി എൻ്റെ നാമം ജപിച്ച് എന്നെ തന്നെ ധ്യാനിച്ച് മറ്റ് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി കുറച്ചും കൂടി സഞ്ചരിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കളങ്കവും ഞാൻ ഇല്ലാണ്ടിയാക്കും. എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ആഗ്രഹമൊക്കെ ഇല്ലാണ്ടിയാവും. ആ മനസ്സ് ഞാൻ എടുക്കും. ആ മനസ്സെടുത്ത് ഞാനത് വറക്കും. വറുത്തിട്ട് തിരിച്ചു തന്നാൽ പേടിക്കാനില്ല. ധാന്യം, വറുത്ത ധാന്യവും വറക്കാത്ത ധാന്യവും കണ്ടാൽ ഒരുപോലെ ഉണ്ടാവുക. പയറല്ലേ, അത് വറുത്താലും വറുക്കാത്തതും ഒരുപോലെ ഉണ്ടാവും. പക്ഷേ വതറിക്കഴിഞ്ഞാൽ വറക്കാത്തത് മുളയ്ക്കും, വറുത്തതോ പേടിക്കണ്ട. വറുത്തത് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം, അത് മുളയ്ക്കില്ല. ഈ ഗോപികമാരെന്നെ പേടിക്കണ്ട. അവരിനി മനസ്സിൽ വിഷയവാസനകൾ ഇനി ഉണ്ടാവില്ല. സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലെങ്കിൽ പേടിക്കണ്ട. എന്താണ്? കത്തില്ല. സിലിണ്ടർ, ഗ്യാസുള്ള സിലിണ്ടറും ഗ്യാസ് ഇല്ലാത്ത സിലിണ്ടറും കണ്ടാൽ ഒരുപോലെ ഉണ്ടാവില്ലേ? നമുക്കെങ്ങനെയാണ് മനസ്സിലാവുക? ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ ചിലപ്പം ശീലം കൊണ്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഒന്ന് ഓണാക്കി കത്തിച്ചാൽ കത്തലുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ട്, കത്താത്തതാണെങ്കിൽ ഗ്യാസ് ഇല്ല. ഇതുപോലെ നമ്മളൊക്കെ ഇപ്പം ഗ്യാസുള്ള സിലിണ്ടറാണ്. എപ്പോഴാണ് കത്ത പൊട്ടിത്തെറിക്കുകയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജീവൻ മുക്തന്മാർ അവർ പേടിക്കാനില്ല. അവരുള്ളിൽ എന്തില്ല? അവരുള്ള വാസന, വിഷയവാസന ഇല്ല. ഒന്നിനോടും ആഗ്രഹമില്ല, ഒന്നും വേണമെന്നില്ല. ഒന്നിൻ്റെയും സാന്നിധ്യവും അസാന്നിധ്യവും അവരെ വിഷമിപ്പിക്കുന്നില്ല. ഒന്നും അവർക്ക് പ്രശ്നമില്ല എന്നർത്ഥം. ആ തരത്തിലേക്ക് ആരോ ഉയരണം? ഗോപികമാരോ ഉയരണം. അപ്പോഴാണ് അവർക്ക് രാസം, ഇതാണ് രാസാനുഭൂതി, രാസക്രീഡ. ഏതായാലും അവരങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കുന്നു. പിന്നീട് വിപ്രപത്നി അനുഗ്രഹം. അക്കാലത്ത് ബ്രാഹ്മണർക്ക് ജാത്യാഭിമാനം കുറച്ചുണ്ടായിരുന്നു, അതില്ലാണ്ടിയാക്കി. ഇപ്പം ശരീരാഭിമാനം ഇല്ലാണ്ടിയാക്കി. അതാണ് ഗോപി വസ്ത്രാപഹാര ലീല. ശരീരത്തിനോട് ചേർന്നും കൊണ്ട് പല അഭിമാനം നമുക്കുണ്ടാവും. ഞാൻ വെളുത്തവൻ അല്ലെങ്കിൽ കറുത്തവൻ, ശരീരമുള്ളവ നല്ല ഹൈറ്റാണ്, ഞാൻ നല്ല വെയിറ്റാണ്, സുന്ദരനാണ്. അതാണ് ശരീരത്തിനോടുള്ള അഭിമാനം. ജാത്യഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ജാതിയാണെന്ന് ഇഷ്ടമുണ്ടോ, എൻ്റെ കുലം ഏതാണെന്നറിയോ, എൻ്റെ മുത്തശ്ശനാരായിട്ടെന്താ, എനിക്ക് ആ ഗുണമുണ്ടോ അറിയണ്ടേ. അപ്പം ഇങ്ങനെ അതിലൊക്കെ അഭിമാനിക്കുന്ന കുറച്ച് പേര് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണരുടെ അഭിമാനം ഇല്ലാണ്ടിയാക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, നാളെ നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഹോട്ടലിൽ നിന്നല്ല, ഇത് വഴി ഉണ്ടാക്കാം, എവിടെയും കഴിക്കാമെന്നും പറഞ്ഞു. ഉച്ചയായി. കുട്ടികൾ ഓടി വന്ന് പറഞ്ഞു, രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണായേഷ വൈബാധതേ ക്ഷുണ്ണഃ തച്ഛാന്തിം കർത്തുമർഹത. രാമ, കൃഷ്ണ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊന്നും കയ്യിലെടുത്തിട്ടില്ല, നല്ല വിശപ്പുണ്ട്, ഉച്ച സമയമായി എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ചെല്ലൂ, അവിടെ ബ്രാഹ്മണരുടെ അടുത്തേക്ക് ചെല്ലൂ, അവരവിടെ യാഗം ചെയ്യുന്നുണ്ട്, പോയി കഴിഞ്ഞാൽ വല്ലതും തരാണ്ടിരിക്കില്ല. ഇത് കേട്ട് കുട്ടികൾ ഓടിച്ചെന്നു. ബ്രാഹ്മണർ യാഗം ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൃഷ്ണൻ പറഞ്ഞയച്ച് വരികയാണ്, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, വല്ലതും തരുമോ എന്ന് ചോദിച്ച സമയത്ത് അവർ ഇതിതേ ഭഗവതി യാജ്ഞാം ശൃണ്വന്തോപിന ശുശ്രൂഹു, കേട്ടുവെങ്കിലും കേട്ട ഭാവം നടിച്ചില്ല. പിന്നെ കുട്ടികൾ വന്ന് 8-10 വയസ്സുള്ള മക്കൾ വന്നിട്ട് വിശക്കണു പറയുമ്പോൾ നമ്മളിനിയിപ്പം ആ ഇടയച്ചക്കന്മാരുടെ വിളി കേൾക്കുക എന്ന് പറഞ്ഞ് ഇവർ കേട്ടിട്ടും കേട്ടു നടിച്ചില്ല. ഭഗവാൻ പറഞ്ഞയച്ച് വരിക എന്ന് പറഞ്ഞിട്ട് പോലും അവർ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഭക്ഷണം കൊടുത്തൂടെ, അവർ എന്തെങ്കിലും ഒന്ന് പറയണ്ട, എന്നാൽ 10 മിനിറ്റ് ഇരിക്കട്ടോ, ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം തരാം എന്ന് പറഞ്ഞൂടെ. ഒന്നുമില്ല, തരുന്നോ തരില്ലാന്നോ ഒന്നും അവർക്ക് മനസ്സിലാവണില്ല. എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് എന്താ പറയുക, വില വെക്കാണ്ടിരിക്കുക, അത് വലിയ വിഷമല്ല. അവഗണനയേക്കാൾ വലുതെന്താണുള്ളത്? എന്നത്തെ യത് ഓമിതി പ്രോജുഹു നേതി ച പരം തപ. അവർ കേട്ടു എന്ന് അടിച്ചില്ല. ആ പറഞ്ഞത് ഓ തരട്ടോ ഇരിക്കൂട്ടോ എന്തേന്ന് പറഞ്ഞൂടെ, ഒന്നും പറഞ്ഞില്ല. കുട്ടികൾക്കത് വലിയ വിഷമമുണ്ടാക്കി. അവർ വന്ന് ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾ പോയി അവിടെ എത്തിയിട്ട് കൃഷ്ണൻ പറഞ്ഞയച്ച് വരിക എന്നൊക്കെ പറഞ്ഞു. എന്നാലും ആ ബ്രാഹ്മണരൊന്നും ശ്രദ്ധിച്ചില്ല. അവർ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ കേട്ട ഭാവമൊന്നും ഓർക്കില്ല.
കൃഷ്ണൻ പറഞ്ഞേച്ച് വരിക പറഞ്ഞപ്പോൾ അവരിങ്ങനെ നോക്കി, കൃഷ്ണനോ, ഏത് കൃഷ്ണൻ? ആ നന്ദഗോപരുടെ മകനല്ലേ, വിഷ്ണു ഭഗവാൻ അത്രേ. ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? വിഷ്ണു ഭഗവാനാണെങ്കിൽ ഏത് കുലത്തിലാണ് വന്ന് പറക്കുക? വിഷ്ണു ഭഗവാനാണെങ്കിൽ ഏതെങ്കിലും ഇല്ലത്ത് വന്ന് പറക്കണ്ടേ? ബ്രാഹ്മണൻ്റെ മകനായിട്ട് വരണ്ടേ? ഇതിപ്പോൾ അവിടെ ഇടയൻ്റെ മകനായിട്ട് വരും. ഇതാണ് അവരുടെ ഒരു ഭാവം. അങ്ങനെയായിട്ട് വിചാരിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും? അധികം മഹാപുരുഷന്മാരുടെ കഥ നോക്കിയാൽ അവർ അധികം വർണ്ണത്തിൽ, കേമമായിട്ടുള്ള വർണ്ണത്തിൽ ജനിച്ചവർ കുറവാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ വേണം, അങ്ങനെ വേണം, നമ്മളങ്ങനെ ധരിച്ചാൽ എങ്ങനെയാണ്? അതാണിപ്പോൾ ഇവർ ചിന്തിച്ചത്. അതുകൊണ്ട് അവർ കൃഷ്ണൻ പറഞ്ഞയച്ചു വരിക പറഞ്ഞിട്ടും വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല. അവർ വന്ന് ഭഗവാനോട് കാര്യം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവരുടെ അടുത്തേക്ക് പോകാനല്ല, വിശപ്പൊക്കെ മനസ്സിലാക്കുക, അത് സാധിക്കുക പുരുഷന്മാർക്കല്ല, സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലും. അവർ പിന്നെ വിശപ്പ് നല്ലോണം മനസ്സിലാവും. അമ്മയ്ക്ക് ആ വിശപ്പ് മനസ്സിലാവും, അച്ഛനല്ല. അച്ഛൻ കുട്ടികളോട് കഴിച്ചു എന്നൊക്കെ അപൂർവമായിട്ട് ചോദിക്കുള്ളൂ. ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന കുട്ടിയോട് അച്ഛനെന്താ ചോദിക്കുക? ഹോസ്റ്റലിൽ നിന്ന് വരുമ്പം പെട്ടിയെടുത്തോന്ന് ചോദിക്കുക. ഒന്നും മറന്നില്ലല്ലോ. അമ്മ എന്താ ചോദിക്കുക? ഇതേ കഴിച്ചോ? ഇല്ല, എന്നാൽ കഴിച്ചിട്ട് ബാക്കി പറയാം, കാല് കഴുകി കൈ കഴുകിയിരുന്നോളൂ, കഴിക്കുക. ഇതാണ് കഴിക്കുന്ന കാര്യം. വിശപ്പിൻ്റെ കാര്യം സ്ത്രീകൾക്കല്ലേ അറിയാം. അതുകൊണ്ടല്ലേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭിക്ഷക്കാരൊക്കെ പണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ വിളിക്കുക? അച്ഛാന്നോ? അച്ഛാ, വലിയ അച്ഛാ, അമ്മാമ ഒന്നും വിളിക്കില്ല. അവർ അമ്മേ, തായേ എന്ന് വെച്ചാൽ അവരെ കൊടുക്കുള്ളൂ. മറ്റൊരു കൊടുക്കണ്ട വെച്ചിട്ടല്ല, ആ ചിന്ത വരണില്ല. ഭിക്ഷക്കാരെ കണ്ടാൽ എവിടുന്നാ വരണു? അത് നോർത്തുനിന്നാ, വെള്ളപ്പൊക്ക, അവരോട് ലോഗ്യം ചോദിക്കും, വർത്തമാനം പറയുന്നല്ലാണ്ട് കൊടുത്തോളന്നില്ല. പക്ഷെ അമ്മമാരങ്ങനെയല്ല, വേഗം തന്നെ എന്താണുള്ളത് വെച്ചാൽ അത് കൊടുക്കാനുള്ളൊരു വിചാരം അമ്മമാർക്കുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഒന്നും പണ്ടുള്ള അറിയില്ല. പണ്ട് ഇപ്പോൾ ഈ അടുത്തൊരു കഥ കേട്ടു. ഒരു ഭിക്ഷക്കാരൻ ഇതേപോലെ വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തരണം എന്ന് പറയാം. അമ്മ ഒന്നും കൊടുക്കുക, പിശുക്ക് ഒന്നും കൊടുക്കണില്ല. അവസാനം ഇയാൾ വിശന്നിട്ട് ആ അമ്മയോട് പ്രതിഷേധം കാണിക്കാനായിട്ട് ആ മുറ്റത്തുള്ള പുല്ല് പറിച്ച് കഴിക്കാൻ തുടങ്ങി. എന്നാലെങ്കിലും ഇത് കണ്ടിട്ടാര് തരട്ടെ, അമ്മ തരട്ടെ കരുതിയിട്ട് അതങ്ങോട്ട് അമ്മ ജനൻ്റെ ഉള്ളിൽ കൂടെ കണ്ട സമയത്ത് വേഗം വാതിൽ തുറന്ന് അയാളെ വിളിച്ചു, നിർത്തൂ പറഞ്ഞു. അയാൾ വേഗം നിർത്തി, പുല്ല് തിന്നണം നിർത്തി. ഇനിയിപ്പം അമ്മ മസാല ദോശ ഉണ്ടായി കൊണ്ടുവരും, അത് കഴിക്കാലോ എന്നുള്ള മട്ടിൽ ഓടിച്ചെന്ന് കൈയൊക്കെ കഴുകിയ സമയത്ത് അമ്മ പറഞ്ഞു, അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നോളൂ പറഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം കൈയൊക്കെ കഴുകി അടുക്കളയുടെ ഭാഗത്ത് വന്നപ്പോൾ പറഞ്ഞു, ഈ പുല്ല് കഴിച്ചോളൂ. മറ്റേത് കാശ് കൊടുത്തിട്ട് കുഴിച്ചിട്ട പുല്ല. എന്നാലും അങ്ങനെ കാലം മാറി വരികയാണ്. ഇവിടെ അങ്ങനെയല്ല, അമ്മമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ, ആ അന്തർജനങ്ങൾ തരാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികൾ നേരെ വടക്ക് ഭാഗത്തേക്ക് പോയി. ഞങ്ങൾ കൃഷ്ണൻ പറഞ്ഞയച്ച് വരിക എന്ന് മുഴുവൻ പറഞ്ഞില്ല, കൃഷ്ണൻ അങ്ങോട്ട് പറയുമ്പോഴേക്കും അവരൊക്കെ സമുദ്രമിവ നിമ്നഗാഹ, സമുദ്രത്തിലേക്ക് നദികൾ ഒഴുകും പോലെ അവരൊക്കെ പാത്രങ്ങളുമായിട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ആ അമ്മമാരൊക്കെ ഭഗവാനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാഹ, എന്നും ഭഗവാന്റെ കഥകൾ കേട്ട് ആരാ പറയണത്? അവിടെയുള്ള പൂ പറിക്കാൻ പൂവൊക്കെ പറിച്ച് കൊണ്ടുവരുമല്ലോ, ദേവാലയത്തിനുള്ള പൂവൊക്കെ പറിച്ച് കൊണ്ടുവരുന്ന പനിക്കാരികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആത്തേമാർ അന്തർജനങ്ങളോടൊക്കെ എന്ത് പറയും? കൃഷ്ണൻ്റെ കഥ അങ്ങനെ പറയും. വേണുഗാനത്തെക്കുറിച്ച്, ഭഗവാന്റെ മറ്റു ലീലകളെ പറ്റിയൊക്കെ അങ്ങനെ വിസ്തരിച്ച് ബാലലീലകളൊക്കെ അങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പം ആ അന്തർജനങ്ങൾ വിചാരിക്കും, ഇവിടെ വെച്ചാൽ പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ഒന്നും വിടണമില്ല, എപ്പോഴാണ് നമുക്കൊക്കെ ഈ ഭഗവാനൊന്ന് കാണാൻ സാധിക്കുക? കുറച്ച് ദൂരല്ലേ, ഓട്ടോ വിളിച്ച് പോകാൻ പറ്റുമോ? പണ്ടത്തെ കാലമല്ലേ, ഒന്നും സാധിക്കില്ല. അങ്ങനെ അടുത്തെങ്ങാനും എത്തിച്ച ഒന്ന് കാണായിരുന്നു എന്ന് നിത്യം തദ്ദർശനോത്സുകാഹ. ഇന്ന് കൃഷ്ണൻ വന്നു വെച്ചാൽ ഒന്ന് കാണണം കേട്ടോ, ഇന്ന് കൃഷ്ണൻ വന്നു വെച്ചാൽ ഒന്ന് കാണണം കേട്ടോ എന്നവരങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ അന്തർജനങ്ങൾ അറിഞ്ഞു ഭഗവാൻ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. തത്കഥാക്ഷിപ്ത മനസ്സഹ, എന്നോ ഭഗവാന്റെ കഥകൾ കേട്ട് അവരുടെ മനസ്സെന്നോ ഭഗവാനിലെത്തിയിട്ടുണ്ട്. എന്താണ്? മനസ്സെന്നോ ഭഗവാനിൽ എത്തിയിട്ടുണ്ട്. തത്കഥാക്ഷിപ്ത മനസ്സഹ. അതുകൊണ്ട് അവരിതാ ഇനി വൈകിയാൽ പറ്റില്ല, ഈ അവസരം ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ പാത്രങ്ങളൊക്കെ എടുത്ത് പുറപ്പെട്ടു. യാഗം കഴിഞ്ഞ് വന്ന ബ്രാഹ്മണർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അതൊന്നും ഓർത്തില്ല, അതൊക്കെ ആരെടുത്ത് കൊണ്ടുപോവുകയാണ്. വലിയൊരു ചരക്ക്, 8 ആളെടുത്താലേ പോകുന്നുള്ളൂ. അതൊരു വല്യമ്മ ഒറ്റയ്ക്ക്, 87 വയസ്സ് വല്യമ്മ, വലിയ ചരക്ക് കൊടുത്തിട്ട് ഭഗവാൻ എന്ന് പറയുമ്പോഴുള്ള ആവേശം കൊണ്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു. അമ്മമാരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും അതിലുള്ള ചില ബ്രാഹ്മണർ ഈ വാർത്ത അറിഞ്ഞു. സ്ത്രീകളൊക്കെ അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെട്ട് പോവുകയെന്ന് കേട്ടപ്പോൾ അവർ യാഗമൊക്കെ നിർത്തി ഓടി വന്നു.
ഒരു മുത്തശ്ശി തീരെ വയ്യ, 10-100 വയസ്സുണ്ട്, അതൊരു ഇഞ്ചി തൈരുമായിട്ട് പുറപ്പെട്ടിരുന്നു. എങ്ങോട്ടാ ഈ വയസ്സാം കാലത്ത് ഭാഗവതം കേൾക്കാൻ പോവുക വേറെ എന്നൊക്കെ പറഞ്ഞ് അവർ ആ അമ്മയെ എടുത്ത് അകത്തേക്കിട്ട് വാതിലങ്ങോട്ട് അടച്ചു. പക്ഷെ ആ അമ്മ വലിയ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ ആ അമ്മ കൃഷ്ണ എന്ന് വിളിച്ച് അവിടെ എത്തി. ഈ ശരീരം ഉണ്ടാകുമ്പോൾ വലിയ ഭാരമുള്ളൂ, അതങ്ങോട്ട് ഒഴിവാക്കി നേരെ ആ അമ്മ ഭഗവാനിലേക്ക് എത്തി. ഈ സ്ത്രീകളൊക്കെ ഭഗവാന്റെ അടുത്തെത്തി, പാത്രമൊക്കെ മുന്നിൽ വെച്ചു. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹധാതു പ്രവാള നടവേഷമനുവ്രതാംസേ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ കൂട്ടുകാരൻ്റെ തോളിലൊരു കൈ വെച്ച് തൻ്റെ അരയിലുള്ള ഓടക്കുഴത്ത് ചുണ്ടോട് ചേർത്ത് പുഞ്ചിരിച്ചും കൊണ്ട് കാല് പണച്ച് നിൽക്കുന്ന ഭഗവാന്റെ രൂപം ആ ബ്രാഹ്മണ പത്നിമാർ കണ്ടു. അവർ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ അവിടെ വെച്ച് ഭഗവാനെ നോക്കി തൊഴുത് അവരങ്ങനെ ഭഗവാനെ തന്നെ നോക്കി പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഭഗവാൻ പറഞ്ഞ സന്തോഷമായി, എന്തായാലും ഭക്ഷണം കൊണ്ടു തന്നതിൽ വലിയ സന്തോഷം. ഇനി നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരും മക്കളൊക്കെ ഇല്ലേ, അമ്മമാരൊക്കെ ഇല്ലേ, ബന്ധുക്കളൊക്കെ ഇല്ലേ, ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോയിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾ പോകാൻ വന്നവരല്ല. അല്ല, നിങ്ങൾ നിൽക്കണ്ട, പോയിക്കോളൂ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ പാത്രം അങ്ങോട്ട് കൊണ്ടുതരാം. ചിലപ്പോൾ പാത്രം കിട്ടാൻ നിൽക്കും സ്ത്രീകൾ, പിന്നെ പാത്രം അത് വിടാൻ വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് കിട്ടാനാണെങ്കിൽ അത് ഞാൻ ഈ ഗോപബാലന്മാരോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ കഴുകി കമഴ്ത്താം പോരെ, അവിടെ കൊണ്ടുപോയി കമഴ്ത്തി വെച്ചാൽ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾ പാത്രം കിട്ടാൻ നിൽക്കല്ല, ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ വയ്യ. മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം. ഞങ്ങളുടെ അങ്ങ് തിരിച്ചു പോകാൻ പറയരുതേ. സത്യം കുരുഷ നിഗമം തവ പാദമൂലം. അങ്ങയുടെ സത്യം അങ്ങ് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ കൈവിടില്ല എന്ന്. ഞങ്ങൾ അങ്ങയെ ആശ്രയിച്ചതല്ലേ, ഞങ്ങളെ കൈവിടാൻ പാടില്ല. ഞങ്ങളവിടെ ഭർത്താക്കന്മാരെയൊക്കെ ധിക്കരിച്ച് വന്നവരാണ്, ഞങ്ങളെ തടഞ്ഞ ഭർത്താക്കന്മാരെ തട്ടിമാറ്റി വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളിൽ തിരിച്ചു പോയാൽ അവരൊക്കെ ഞങ്ങളെ സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അതെന്ന് ഭഗവാൻ മനസ്സിലാക്കി ഇവർക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. എന്താണ് അല്ലേ ഇപ്പോൾ പറയില്ലല്ലോ, തിരിച്ചു പോയ ആ മടി അങ്ങനെ ഉണ്ടാക്കി തിരിച്ചു പോകുന്നില്ലേ നല്ലത് അല്ലേ? ഗോപികമാരങ്ങനെയല്ല, അവർക്ക് തിരിച്ചു പോകണമെന്ന്. ഇവരങ്ങനെയല്ല, തിരിച്ച് വീട്ടിൽ പോകണം, ഇനി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ആ വിചാരമുണ്ട്. ഗോപികമാർ സന്യസിച്ചു കഴിഞ്ഞു, ഇവരങ്ങനെ സന്യസിച്ചു എന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകും, ഒരു കുഴപ്പമില്ല. എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആർക്കും അന്യന്മാരല്ല, അവരെല്ലാവരും ഇഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ സദ്ബുദ്ധി കൊടുത്ത് ഞാൻ നേരെയാക്കിക്കോളാം, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഒരു വിഷമമില്ലാണ്ട് നിങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. ആ പത്നിമാരൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് അവർ പ്രതീക്ഷിച്ചത് ഭർത്താക്കന്മാർ ചീത്ത പറയുന്നതാണെങ്കിൽ ഒന്നും ഉണ്ടായില്ല. ഇവർ ഭഗവാനെ ആശ്രയിച്ചതിൻ്റെ ഫലം ആർക്ക് കിട്ടി? അവരുടെ ഭർത്താക്കന്മാർക്ക് കിട്ടി. ഇനി ഭർത്താവ് ഭാഗവതം വായിക്കുന്നില്ലെങ്കിൽ സാരമില്ല, ഭർത്താവ് വായിക്കുന്നില്ല അതുകൊണ്ട് ഞാനും വായിക്കില്ല, അങ്ങനെ വേണ്ട. ഭർത്താവ് വായിക്കുന്നില്ല, അയാൾക്ക് വേണ്ടി നമ്മൾ വായിക്കുക. അദ്ദേഹം നേരെയാവട്ടെയുള്ള സങ്കല്പത്തിൽ ഭാഗവതം കേട്ടാൽ ആര് നേരെയാവും? നേരെയാവും, അത്രയേ ഉള്ളൂ. ഭാര്യയോ ഭർത്താവ് ആരെയും ഒരാൾ കേട്ടാൽ മതി. കുടുംബത്തിൽ ഒരാൾ കേട്ടാൽ തന്നെ ആ കുടുംബം നേരെയാവും. കാരണം ഭഗവാന്റെ ബാധ്യതയാണെന്ത്? ഇയാൾക്ക് സമാധാനമാവണം വെച്ചാൽ ഭാര്യ മക്കളും നേരെയായാലും സമാധാനമാവുള്ളൂ വെച്ചാൽ പിന്നെ സമാധാനാക്കണ്ടേ, തൻ്റെ ഭക്തനല്ലേ. അതുകൊണ്ട് അനുകൂല സാഹചര്യം ഉണ്ടാക്കും ഭഗവാൻ. ഇവിടെ ആ ബ്രാഹ്മണർക്ക് മനസ്സ് മാറി. അവരെന്നും യാഗമന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. ആ യാഗമന്ത്രം കേട്ട പത്നിമാർക്ക് ഹൃദയം ശുദ്ധമായി. ആലോചിച്ച് നോക്കും, അവർ ചൊല്ലണമൊന്നുമില്ല, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ദാസിമാർ പറഞ്ഞ് ഈശ്വര കഥകൾ കേട്ട് ഈശ്വര കഥകളുടെ കൂടെ വേദമന്ത്രം കൂടി കേട്ട സമയത്ത് അവർക്ക് തത്വം ഗ്രഹിക്കാൻ പറ്റി. ബ്രാഹ്മണർക്ക് ഈശ്വര കഥ കേൾക്കണില്ലല്ലോ. എന്താണ്? അവർ വേദം മാത്രമല്ലേ കേൾക്കണുള്ളൂ, അവർ ഭാഗവതം ശ്രദ്ധിക്കില്ലല്ലോ. ഈ ഗോപികൾ, ഈ അമ്മമാരുടെ പ്രത്യേകത എന്താ? ഭാഗവതവും ഉണ്ട് വേദവും ഉണ്ട്, രണ്ടും ഉണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അത്ര പെട്ടെന്ന്. ഭാഗവതത്തിൻ്റെ മഹത്വതാണ്. വേദം എന്ന് പറഞ്ഞാൽ കരിമ്പാണ്, ഭാഗവതം എന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസാണ്. ഏതാ നല്ലത്? രണ്ടും തന്നെയാണ്. കരിമ്പ് തന്നെയാണ് കരിമ്പ് ജ്യൂസ്. പക്ഷേ കരിമ്പ് ജ്യൂസും കരിമ്പും ഒന്നാണെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് നല്ലതെന്താ? ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തായാലും കരിമ്പ് ജ്യൂസ് തന്നെയാണ് നല്ലത്. അതല്ലാതെ അവർക്ക് പല്ലൊന്നുമില്ല, കരിമ്പൊക്കെ കഴിക്കാൻ പുറപ്പെട്ടാൽ പ്രയാസമാവും. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും ഒരു കഷ്ണം കരിമ്പ് വന്നാൽ എത്ര പേര് കഴിക്കും? പേരക്കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുള്ളൂ, ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം ഒക്കെ വെപ്പല്ല. നേരെ മറിച്ച് ജ്യൂസാണെങ്കിലോ ഓരോ ഗ്ലാസ്സിൽ തന്നാൽ പേരക്കുട്ടി കൊടുക്കാൻ വിചാരിക്കും, പേരക്കുട്ടിക്ക് നാളെ കൊടുക്കുക, നാളെ ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ് കുടിക്കും, കാരണം അത് ജ്യൂസായതുകൊണ്ടാണ്. ഭാഗവതം ജ്യൂസാണ്. പിബത ഭാഗവതം രസം. ആ രസം കുടിച്ചതുകൊണ്ട് അവർക്ക്
ആ ബ്രാഹ്മണർ ചൊല്ലണ വേദത്തിൻ്റെ അർത്ഥം ബ്രാഹ്മണർക്ക് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ താല്പര്യം ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ആ ബ്രാഹ്മണ പത്നിമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ കാണാൻ അവർക്ക് പറ്റിയത്. ആ ബ്രാഹ്മണർ കുറച്ച് പേര് വന്നിട്ട് വാതിൽ തുറന്ന സമയത്ത് ആ മുത്തശ്ശി മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനംമാറ്റം ഉണ്ടായി. ഈശ്വര, നമ്മളെത്ര പാപികളാണ്, ഭഗവാനെ കാണാൻ പോകുമ്പോൾ തടയേണ്ട കാര്യമില്ലായിരുന്നു. കണ്ടില്ലേ ഈ അമ്മ, നോക്കൂ, ശരീരം വിട്ട് ഭഗവാനിലെത്തിയില്ലേ? നമ്മൾ വലിയ കേമായിട്ടുള്ള ഒരു കുലത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വേണ്ടതുപോലെ ഉപയോഗിച്ചോ ഈ അനുകൂല സാഹചര്യത്തെ? ധിക് ജന്മ, വെറുതെ ഇങ്ങനൊരു കുലത്തിൽ ജനിച്ചിട്ട് എന്ത് കാര്യം? നസ്ത്രിവൃത് വിദ്യാം, എത്ര ശാസ്ത്രം പഠിച്ചു, വേദം പഠിച്ചു, ഒക്കെ വെറുതെ. ധിക് വ്രതം, എത്ര വലിയ വ്രതങ്ങൾ അനുഷ്ഠിച്ചു, എന്തിനാ? അപ്പം ഭഗവാനെ കാണാൻ പറ്റിയോ? ഹൃദയശുദ്ധി ഉണ്ടായോ? സമാധാനം ഉണ്ടോ ജീവിതത്തിൽ? ഇല്ലല്ലോ. ധിക് ബഹുജ്ഞതാം, എത്ര പഠിച്ചു, എന്നിട്ട് ബന്ധം ഉണ്ടായി? എത്ര എം എ ആണ്? കുറേ എം എ എടുത്തിട്ട് കാര്യമുണ്ടോ? ശാന്തി വേണ്ടേ? സമാധാനം വേണ്ടേ? ധിക്കുലം ധിക്രിയാദാക്ഷ്യം വിമുഖായേ ത്വധോക്ഷജേ. ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും പൂണൂരിട്ടിട്ടും ശാസ്ത്രം പഠിച്ചിട്ടും വേദം ചൊല്ലിയിട്ടും യാഗം ചെയ്തിട്ടും ഭഗവാൻ വന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കാൻ തോന്നിയില്ലേ? കഷ്ടം. അവരങ്ങനെ നെഞ്ചത്തടിച്ച് കരയണ സമയത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, പരിഭ്രമിക്കണ്ട, വിഷമിക്കണ്ട, നമുക്ക് ഭഗവാനെ കാണാൻ തോന്നിയില്ലെങ്കിലും നമ്മുടെ പത്നിമാർക്ക് തോന്നിയില്ലേ? പോരെ. ഭാര്യയും ഭർത്താവും രണ്ടല്ലല്ലോ, ഭാര്യയും ഭർത്താവും ഒന്നാണ്. വിവാഹം കഴിക്കുന്ന താല്പര്യം തന്നെ ഒന്നാവലാണ്. അതുകൊണ്ട് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമുക്കും കിട്ടില്ലേ? അഹോ പശ്യത നാരീണാമപി കൃഷ്ണേ ജഗർഗുരൗ ദുരന്തഭാവം യോ വിദ്യൻ മൃത്യുപാശാൻ ഗൃഹാഭിധാൻ. നമ്മുടെ പത്നിമാർക്ക് ഭഗവാൻ വന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായില്ലല്ലോ. കാണണോ വേണ്ടേ അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ട് പോയി കണ്ടില്ലേ? അവരുടെ ആ ഉറപ്പ് നോക്കൂ. അതുകൊണ്ട് നാസാം ദ്വിജാതി സംസ്കാര, അവർക്ക് ദ്വിജാതി സംസ്കാരങ്ങളില്ല, ഗുരുകുലത്തിൽ പോകലില്ല. ഉണ്ടോ? എന്നാ നിവാസോ ഗുരാവപി, ഗുരുകുലത്തിൽ പോയിട്ടില്ല, അവർ പൂണൂലിട്ടിട്ടില്ല, വേദം പഠിച്ചിട്ടില്ല. ന തപഃ ന ആത്മമീമാംസ ന ശൗചം ന ക്രിയാശുഭ. പക്ഷേ അഥാപി ഉത്തമ ശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ. ഈ വേദം പഠിച്ചാലും ഗുരുകുലത്തിൽ പോയാലും പൂണൂലിട്ടാലൊക്കെ ഉണ്ടാവേണ്ട ഗുണം അവർക്ക് അതൊന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് മതി, അത്രയേ വേണ്ടൂ. ഈശ്വര കഥകൾ കേട്ടാൽ പിന്നെ നീ പൂണൂലിടേണ്ട കാര്യമൊന്നും രട്ടേ പറ്റൂ ചട്ടോളൂ, അത് വേണ്ടെന്നല്ല. പക്ഷേ അത് മതി. ഈശ്വര കഥകൾ കേട്ടാൽ അവർ ബ്രാഹ്മണരായി കഴിഞ്ഞു. ഏതായാലും ആ പത്നിമാർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചല്ലോ, മതി. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഇനി നമ്മുടെ പത്നിമാർ തിരിച്ചു വരണുണ്ടെങ്കിൽ ഇനി അതല്ല വരണമെന്ന് ഉദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ, വരണുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളക്ക് വെച്ച് താലപ്പൊലിക്കായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണരുടെ താലപ്പൊലിക്കായിട്ട് നിൽക്കുമ്പോഴാണ് മടിച്ച് ഇനി ഇവർ ചീത്ത പറയുമെന്ന് കരുതി ആര് വരുന്നത്? പത്നിമാർ വരികയാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ല. അവരെ സ്വീകരിച്ചിരുത്തി ഇങ്ങനെ ആ ബ്രാഹ്മണർക്ക് ജാതിയോടുള്ള അഭിമാനം ഉണ്ടായിരുന്നത് ഇല്ലാണ്ടിയാക്കി ആര്? ഭഗവാൻ. അങ്ങനെ ജാത്യഭിമാനം ഇല്ലാണ്ടിയാക്കി. പിന്നെയാണ് ഇന്ദ്രന് ഗർവ്, പദവിയോടുള്ള അഭിമാനം, അതും കൂടി ഇല്ലാണ്ടിയായാലേ രാസം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ്, എൻ്റെ കീഴിൽ ഇത്ര പേരുണ്ട്, എൻ്റെ ഓഫീസിൽ എൻ്റെ താഴെ എത്ര പേരാ നിശ്ചയുണ്ടോ? തിരുമേനിക്ക് നിശ്ചയുണ്ടോ? നമുക്കതൊന്നും അറിയണ്ട. ഭാഗവത്തിൽ എത്ര അധ്യായം ഉണ്ട് നിശ്ചയുണ്ടോ? അത് നിശ്ചയുണ്ടാക്കാം. അതിപ്പം എത്ര കീഴിൽ എത്ര പേരുണ്ട്, എത്ര രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. സമാധാനമായിട്ടിരിക്കുന്നുണ്ടോ ഉള്ളത് മാത്രമാണ് വിഷയം. അതുകൊണ്ട് ഇന്ദ്രൻ്റെ വിഷയം അതാ. തൻ്റെ കീഴിൽ കുറേ ദേവന്മാരുണ്ട്, താൻ ദേവേന്ദ്രനാണ്, തൻ്റെ വീട്ടിൽ പാരിജാത മരമുണ്ട്, ചോദിച്ചാൽ എന്തും കിട്ടും, ഇവിടെ കുറേ അപ്സര സ്ത്രീകളുണ്ട്, എപ്പോഴും നൃത്തം കാണാൻ, കയ്യിൽ അമൃതുണ്ട്, മരിക്കാണ്ടിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു അഹന്ത, പദവിയോടുള്ള അഭിമാനം ഇന്ദ്രനുണ്ട്. അതില്ലാണ്ടിയായാലേ ഭഗവാനെ കിട്ടൂ ആണ് കാണിക്കുന്നത്. ഇതൊന്നും ഇന്ദ്രനെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വക ഭാവങ്ങളുണ്ട്. നമ്മൾ അതിനെയൊക്കെ അതിവർത്തിച്ചാൽ മാത്രമേ നമുക്കും ഇവിടെ രാസം അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ രസമായിട്ടിരിക്കാൻ, ശാന്തി അനുഭവിക്കാൻ സാധിക്കുക. ഇതിനൊക്കെ ജയിച്ചാലേ പറ്റൂ എന്ന് കാണിക്കുകയാണ്. അഹങ്കാരം ഇല്ലാണ്ടിയാക്കി കാളിയ നർത്തനത്തിലൂടെ ബ്രഹ്മമോഹനത്തിലൂടെ രജോ ഗുണത്തെ അതിക്രമിക്കുകയാണ്. ഇനി ഇവിടെ ഇന്ദ്രൻ്റെ സത്വഗുണത്തെ സത്വഗുണം കൊണ്ട് അതിക്രമിച്ച് നിർഗുണനാവുക, അതാണ് വേണ്ടത്. അതാണ് ഇവിടെ കാണിക്കുന്നത്.